पीएफआई की गतिविधि इतनी बड़ी, मोदी जी ने पीएफआई पर प्रतिबंध डाला। मैं आज पूछना चाहता हूं, जिस धाराओं के तहत मोदी जी ने पीएफआई पर प्रतिबंध किया, वो सारी धाराएं केरल सरकार के पास भी सारी शक्तियां थी। क्यों केरल की लेफ्ट सरकार ने पीएफआई को प्रतिबंधित नहीं किया? केरल की जनता को कहने आया हूं, आप परिवर्तन चाहते हैं तो एलडीएफ को निकालने के लिए यूडीएफ को वोट देते हैं और यूडीएफ को निकालने के लिए एलडीएफ को वोट देते हैं, मगर दोनों परिवर्तन नहीं कर सकते। अब समय आ गया है कि परिवर्तन करने के लिए, विकसित केरलम बनाने के लिए सीधा भारतीय जनता पार्टी और एनडीए के लिए वोट करिए। നമസ്തേ, ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. 2026 കേരളത്തിൽ ഭരണത്തിലെത്തുമെന്ന് അമിത്ഷാ. വെറുതെ പറയുകയല്ല, കണക്കിന്റെ പിൻബലമുണ്ട് ആ വാക്കുകൾക്ക്. ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20% വോട്ട് നേടിയിട്ടുണ്ട് BJP. വോട്ട് കണക്കിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് NDA. 2014 മുതൽ ക്രമാനുഗതമായ വളർച്ചയുണ്ട് കേരളത്തിൽ BJPക്ക്. രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുന്ന ഭീകരതയെ ചേർത്ത് പിടിക്കുന്ന ഇടത് വലത് രാഷ്ട്രീയത്തിന് നേരെ വിരൽ ചൂണ്ടുക കൂടിയാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി. പാലക്കാട്, നിലമ്പൂർ തെരഞ്ഞെടുപ്പുകളിൽ UDFന്റെ ജമാഅത്തെ ഇസ്ലാമി SDPI കൂട്ടുകെട്ട് മറനീക്കി പുറത്തുവന്നു. CPMന്റെ PDP ബന്ധവും ചർച്ചയായി. സ്കൂൾ പ്രവൃത്തി സമയമാറ്റത്തിൽ പോലും സമുദായ സംഘടനകൾക്ക് മുന്നിൽ നട്ടെല്ല് വളച്ച വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയെ ഇന്ന് രാഷ്ട്രീയ കേരളം കാണുകയാണ്. പ്രീണന രാഷ്ട്രീയത്തിന്റെ കാണാപ്പുറങ്ങളിൽ അധികാരത്തിന്റെ അപ്പക്കഷണം തെരയുന്ന ഇടത് വലത് മുന്നണികളെ മുൾമുനയിൽ നിർത്തുന്ന ചോദ്യങ്ങളാണ് അമിത്ഷായുടേത്. പ്രീണന രാഷ്ട്രീയം മടുത്ത കേരള ജനത മാറ്റത്തിനായി വോട്ട് ചെയ്യുമ്പോൾ ആദ്യ പരിഗണന BJPക്കോ? 11 വർഷമായി അനുഭവവേദ്യമായ വികസന രാഷ്ട്രീയവും ഭീകരവിരുദ്ധതയും വോട്ടായി മാറുമോ? ജന ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. കേരളം പിടിക്കാൻ BJP. ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് BJP പ്രതിനിധി അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് PM നിയാസ്, ഇടത് പ്രതിനിധി അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, സാമൂഹ്യ നിരീക്ഷകൻ പ്രൊഫസർ P. അനിൽകുമാർ എന്നിവരാണ്. ആദ്യം പ്രതിപക്ഷത്തിൻ്റെ തന്നെ, അല്ലെങ്കിൽ കേരളത്തിലെ ഭരണപക്ഷത്തിൻ്റെ തന്നെ ശബ്ദം ആദ്യം വരട്ടെ. ഇന്ന് അഡ്വക്കേറ്റ് സതീഷ് വസന്തിലേക്കാണ് ആദ്യം പോകുന്നത്. മിഷൻ 2026 അമിത്ഷാ തിരുവനന്തപുരത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിൽ 20% വോട്ട് ഷെയറാണ് നിലവിൽ BJPക്കുള്ളത്. ഇത് 25% ഉയർത്താൻ വരുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുകയാണ് അമിത്ഷാ. എങ്ങനെയാണ് അമിത്ഷായുടെ ഈ പ്രഖ്യാപനത്തെ CPM കാണുന്നത്, ഇടതുപക്ഷം കാണുന്നത്? നോക്കൂ നീലിമ, BJPക്ക് അല്ലെങ്കിൽ BJPയിലെ നേതാവായ ശ്രീ അമിത്ഷായ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ നടത്താം. അദ്ദേഹം ആദ്യം പുത്തരിക്കണ്ടം മൈതാനത്ത് സംസാരിച്ചു തുടങ്ങിയത് ഇത് നാരായണ ഗുരുവിൻ്റെയും അതുപോലെ തന്നെ ആദിശങ്കരൻ്റെയും അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെയും അയ്യങ്കാളികളുടെയും നാടാണെന്നും അത് ആദ്യമേ അദ്ദേഹത്തിന് ഓർമ്മിച്ചുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുകയാണ്. കാരണം സതീഷ്, ഞാൻ തിരികെ എത്താം. ഇപ്പോൾ കണ്ണൂരിൽ രാജരാജേശ്വര ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരിച്ച് വിമാനത്താവളത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. BJP സംസ്ഥാന കാര്യാലയത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിനാണ് അദ്ദേഹം തലസ്ഥാനത്തെത്തിയത്. അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അഡ്വക്കേറ്റ് സതീഷ് വസന്തിലേക്ക് തന്നെ തിരികെ എത്തുകയാണ്. മിഷൻ 2026 പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി. എങ്ങനെയാണ് ഇടതുപക്ഷം ഈ നീക്കത്തെ കാണുന്നത്, ഈ പ്രഖ്യാപനത്തെ കാണുന്നത്? പറഞ്ഞ പോലെ അദ്ദേഹം ആദ്യം തുടങ്ങിയതിനെ ശങ്കരാചാര്യയും
നാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും അതുപോലെ തന്നെ അയ്യങ്കാളിയെയും കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ സമ്മേളനം തുടങ്ങിയത് തന്നെ. അത് തന്നെ തിരിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതെന്ന് പറയുന്നത് ഈ കേരളം എന്ന് പറയുന്നത് ഈ മതനിരപേക്ഷത, അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം. അതാണ് കാലാകാലങ്ങളിൽ നമ്മൾ പരിചരിച്ചു പോകുന്നത്. ഇവിടെ എന്താണ് അദ്ദേഹം പറഞ്ഞിട്ട് പോയത്? 2026 ഇവിടെ BJP സർക്കാർ ഉണ്ടാക്കാം. അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം അത് പറഞ്ഞു തന്നു. ആവട്ടെ, ഇവിടെ എന്ന് പറയുന്നത് BJP എന്ന് പറഞ്ഞാൽ ഇപ്പം സംഘപരിവാർ ശക്തി എന്നാലും അതേപോലെ തന്നെ മുസ്ലിം തീവ്രവാദ സംഘടന എന്നാലും ഒരേപോലെ എതിർക്കുന്ന ഒരു നാടാണ് കേരളം. കേരളത്തിൻ്റെ ഒരു പ്രത്യേക രീതി മനസ്സിലാക്കണം. BJPക്ക് അവർക്ക് കുറച്ച് വോട്ട് ഷെയർ കാണുമായിരിക്കും, പക്ഷേ ഒരു കാരണവശാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അവർക്ക് ഒരു നേട്ടവും കൊയ്യാൻ പറ്റില്ല നിലിവ. കാരണം ഈ കേരളത്തിൻ്റെ ഒരു പൊതുസ്വത്താണ് മതനിരപേക്ഷത. ഇവിടെ മുസൽമാനും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം ഇടകലർന്ന് നിൽക്കുന്ന ഒരു നാടാണ്. ഇപ്പം അമിത്ഷായ്ക്ക് പോലെ പറയും, അമിത്ഷാ ഇപ്പം പറയാനായിട്ട് ആസാമിൽ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് ബാക്കിയുള്ളവരെല്ലാം പരിഹസിച്ചു തന്നു. ഇപ്പം ആസാമല്ല കേരളം എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കേരളത്തിൻ്റെ പ്രബുദ്ധതയും ത്രിപുരയോ അല്ല, ഞാൻ പറഞ്ഞല്ലോ ത്രിപുര, അപ്പോൾ ത്രിപുരയിലോ അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു ത്രിപുരയിലൊക്കെ എങ്ങനെയാണ് വന്നത്? ത്രിപുരയിലൊക്കെ എന്ന് പറയുന്നത് ഇവരുടെ പൈസ മണി പവറല്ലേ അവിടെ കാണിച്ചിട്ടുള്ളത്, അല്ലാതെ ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? അപ്പം തെക്കേ ഇപ്പം നേരത്തെ പറഞ്ഞ എന്താണ് വടക്കേ സംസ്ഥാനങ്ങളിലോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, സംസ്ഥാനങ്ങളിലോ അത് ഞാൻ പറഞ്ഞ വടക്കൻ ഒഡീഷയിലോ, ഞാൻ പറഞ്ഞൊരു ഒഡീഷയിൽ എങ്ങനെയാണ് സംബന്ധിച്ച് ഇതത് അവിടുത്തെ മുഖ്യമന്ത്രിയായ നവീൻ പട്നായിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാഫായിരുന്നു കേരളത്തിൽ നിന്നുള്ള ഒരു വ്യക്തി. അദ്ദേഹം അടുത്ത മുഖ്യമന്ത്രിയാവുമെന്ന് പറഞ്ഞ് ഇവരെ അവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അവിടെ വന്നിട്ടുള്ളത്. അത് തിരികെ ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി കാണും. ഒഡീഷയിൽ നവീൻ ഇവിടെ CPM കാണിച്ചു കൂട്ടിയത് പോലെയല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് എന്ന് ഓർക്കുക. ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. തെരഞ്ഞെടുപ്പിൽ VS-നെ മുൻനിർത്തിക്കൊണ്ടാണ് പിണറായി ഭരണം പിടിച്ചത്. അത് താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. എന്തായാലും VS-നെ മുൻനിർത്തിക്കൊണ്ട് ഭരണം പിടിച്ചതാണ് പിണറായി വിജയൻ. അല്ല നീലിമ, ഞാൻ ഒരു കാര്യം, CPM-ന്റെ നേതാവാണ് VS-ഉം പിണറായിയും എല്ലാം. അപ്പം അവരെ മുൻനിർത്തി ഭരണം പിടിച്ചെങ്കിൽ എന്താ കുഴപ്പമെന്താ? ഓരോ പ്രത്യേക സാഹചര്യമാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് അമിത്ഷായുടെ ഈ മിഷൻ 2026 എന്ന പ്രഖ്യാപനം നിങ്ങൾ വകവെക്കുന്നില്ല, കരുത്തില്ല BJPക്ക് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ഞാൻ അങ്ങയിലേക്ക് എത്താം. അല്ല നിലിമ, അതൊന്ന് പറയട്ടെ. കേരളത്തിലെ ഒരു BJP കിട്ടിയ ഒരു MP ആണല്ലോ സുരേഷ് ഗോപി. അദ്ദേഹം അഭിനയിച്ച ജാനകി എന്നുള്ള സിനിമ ഇന്ന് സെൻസർ ബോർഡ് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാമല്ലോ. എന്താണ് ജാനകി V ആക്കി എന്ന കോടതിയിൽ ഇവർ അഫിഡവിറ്റ് എങ്ങനെ സെൻസർ ബോർഡ് കൊടുത്തത്? ഇത് ഹിന്ദുത്വത്തിൻ്റെ പേരിൽ. നാളെ എൻ്റെ അച്ഛൻ്റെ പേര് കൃഷ്ണൻ നായർ എന്നാണ്, അത് നാളെ പറയാൻ അത് ഭഗവാന്റെ പേരാണ്. അന്ന് സതീഷ് വസന്തിൻ്റെ അച്ഛൻ്റെ പേര് മാറ്റണമെന്ന് വെച്ചാൽ നടക്കുമോ നീലിമ? ഇതാണ് BJPയുടെ നയം. അതുകൊണ്ടാണ് കേരളത്തിലൊന്നും ക്ലച്ച് പിടിക്കാത്തത്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, അപ്പോൾ BJPക്ക് ഇവിടെ ഒരു ശക്തിയില്ല എന്നാണ് നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ CPM-ന്റെ സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച ഒരു പ്രമേയമുണ്ട്. BJPയുടെ വളർച്ച, ഇവിടെ അങ്ങേയറ്റം BJP വളരുന്നൊരു സാഹചര്യമുണ്ട്. ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് CPM-ന്റെ സംസ്ഥാന സമ്മേളനമാണ് പ്രമേയം പാസാക്കിയത്. അഡ്വക്കേറ്റ് വസന്ത്, അല്ല ഞാൻ പറയാത്ത അത് തെറ്റാണ്. ഒരു പാർട്ടി വളരുമ്പോഴത്തേക്ക് അതൊക്കെ ഭരണം പിടിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളൊക്കെ വെറും മണ്ടന്മാരിൽ നിങ്ങൾ വിചാരിക്കല്ലേ. നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ ഞാൻ അങ്ങയിലേക്ക് എത്താം. അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ, ഇപ്പോൾ CPM-ന്റെ പ്രതിനിധി പറഞ്ഞു വെക്കുന്നത്, ലെഫ്റ്റിന്റെ പ്രതിനിധി പറഞ്ഞു വെക്കുന്നത് ഇതൊരു പാഴ് പ്രഖ്യാപനം മാത്രമാണ് അമിത്ഷായുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതൊന്നും കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നില്ല എന്ന് സതീഷ് വസന്ത് പറയുകയാണ്. BJPയുടെ മറുപടി അല്ല, എന്താ അറിയോ, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എനിക്ക് കേട്ടൊരു ചിരി വന്നു.
കാരണം ത്രിപുരയിൽ എങ്ങനെ ജയിച്ചു എന്ന് ചോദിച്ചപ്പോൾ പൈസ കൊടുത്ത് ജയിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1993 മുതൽ 2018 വരെ 25 കൊല്ലം അടുപ്പിച്ച് ഭരിച്ചു. അതിനു മുമ്പ് 88 പിന്നോട്ട് പോയാൽ, അതായത് നൃപൻ ചക്രവർത്തിയുടെ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഏതാണ്ട് 10 വർഷം അവർ തുടർച്ചയായി ഭരിച്ചു. അത് 78 മുതൽ 88 വരെയും 93 മുതൽ 2018 വരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടർച്ചയായി ഭരിച്ച സംസ്ഥാനമാണ് ത്രിപുര. അവിടെ ഇത്രയും വർഷം ഭരിച്ചിട്ടും ജനങ്ങൾ പൈസ വാങ്ങി വോട്ട് ചെയ്യുന്ന അവസ്ഥയിൽ എത്തിക്കുകയാണോ ചെയ്തത്? അപ്പൊ ആ ഭരണത്തിന് എന്തോ തകരാറുണ്ടല്ലോ, ആ ഭരണത്തിന് രൂക്ഷമായ എന്തോ പ്രശ്നമുണ്ടല്ലോ. അപ്പൊ അങ്ങനെ പറയരുത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തെ ഇടിച്ചു താഴ്ത്തുന്നതിന് തുല്യമാണ്. അപ്പോൾ അതൊന്ന്. രണ്ട്, രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ സാഹചര്യങ്ങളാണ് ഉള്ളത്. ആ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അവിടുത്തെ രാഷ്ട്രീയം രൂപാന്തരപ്പെടുക. ചില പാർട്ടികൾ തകരുന്നതും ചില പാർട്ടികൾ വളരുന്നതുമൊക്കെ ആ സംസ്ഥാനത്തിന്റെ പ്രത്യേക ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിനെ നമുക്ക് മുൻകൂട്ടി കാണാനൊന്നും പറ്റില്ല. കാരണം 2013, 15, 20 തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന എവിടുന്നോ ഒരു പാർട്ടി വന്നിട്ട് അധികാരം പിടിച്ചെടുത്തത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതൊക്കെ ഒരു ഡൈനമിക്സ് ആണ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ, ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഡൈനമിക്സ് ആണ്. അപ്പൊ അങ്ങനെ നമ്മളൊരു പ്രവചനം നടത്തുന്നതിൽ അർത്ഥമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിന് റേഷണൽ വേണം, യുക്തി വേണം. ഇപ്പൊ അമിത്ഷാ പറഞ്ഞത് എടുത്തു നോക്കൂ. അദ്ദേഹം എന്താ പറഞ്ഞത്? BJP അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് പിടിക്കണം. അപ്പോൾ ഇപ്പോൾ BJPക്ക് എത്രയാണ് ഉള്ളത്? അതായത് NDAക്ക് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19.7 സംതിങ് ആണ്. അതായത് ഏതാണ്ട് 20% വോട്ടാണ്. അപ്പോൾ ആ പാർട്ടി പറയുന്നത് 40 പിടിക്കണം എന്നല്ല, ഇനി 30 പിടിക്കണം എന്നുമല്ല, 25 പിടിക്കണം എന്നാണ്. 25, ഒരു 19 മാർക്കുള്ള ഒരു കുട്ടി പറയുന്നു അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ 25 പിടിക്കുന്നു. അപ്പൊ അതിലൊരു എന്താ പറയാ, യുക്തിരഹിതമായ ഒന്നുമില്ല. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് 21,000 അസംബ്ലി വാർഡുകളിൽ, പഞ്ചായത്ത്, പിന്നെ ബ്ലോക്ക്, ജില്ല, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള 26,000 വാർഡുകളുണ്ട്. കേരളത്തിൽ 26,000-ഓളം വാർഡുകളുണ്ട്. അതിൽ 21,000 വാർഡുകളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കണം. ഇതാണ് അദ്ദേഹം പറയുന്നത്. വളരെ യുക്തിസഹമായ ഒരു നിർദ്ദേശമാണ്. അപ്പോ അതിന് നമ്മൾ ഒരു എന്താ പറയാ, മലപ്പൊടിക്കാരന്റെ സ്വപ്നം എന്നൊക്കെ പറയുന്നത് അത് കടന്ന കൈയാണ്. കാരണം അദ്ദേഹം കടന്ന കൈയല്ല പറഞ്ഞത്, വളരെ റേഷണലായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അതിനൊരു അടിസ്ഥാനപരമായ കാരണവും പറഞ്ഞു. 2014 കാലഘട്ടത്തിൽ 11% വോട്ടാണ് BJPക്ക് കേരളത്തിൽ കിട്ടിയത്. 2016 ആയപ്പോൾ അത് 16% വോട്ടായി വർദ്ധിച്ചു. 19 ആയപ്പോൾ അത് ഇപ്പോൾ 24 ആയപ്പോൾ അത് 20% വർദ്ധിച്ചു. അപ്പൊ ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഉയർത്തി അത് അടുത്ത 5-6 മാസം കഴിഞ്ഞ് കേരളത്തിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അത് 25 ആക്കണം എന്ന് പറയുന്നു. അതാണ് അതിൻ്റെ ഒരു യുക്തി. ഇനി അതിന് അനുകൂലമായ കാര്യങ്ങൾ കേരളത്തിലുണ്ടോ? ഉണ്ട്. അത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ള കാര്യം, അതായത് BJPക്ക് വളരാൻ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ, പരിപാടികൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലുണ്ടോ? കേരളത്തിലെ സർക്കാരിനെതിരെ എന്താ പറയാ, ഭരണവിരുദ്ധ വികാരമുണ്ടോ? ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. കേരളത്തിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിക്ക് ആ ഭരണവിരുദ്ധ വികാരം സമ്പൂർണമായി തങ്ങൾക്ക് അനുകൂലമാക്കാൻ സാധിക്കുന്നുണ്ടോ? അതും ചർച്ച ചെയ്യാം. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 790 വോട്ട് കുറഞ്ഞതാണ് ആർക്ക്? UDFന്. 2021 കിട്ടിയതിനേക്കാൾ 790 വോട്ട് UDFന് കുറഞ്ഞതാണ്. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് മാത്രം അനുകൂലമാക്കി 100% അല്ലെ 90% തങ്ങൾക്ക് അനുകൂലമാക്കാൻ UDFന് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ല എന്നാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ കാണിക്കുന്നത്. അപ്പൊ ആ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് PM നിയാസിലേക്കാണ്. ശ്രീ നിയാസ്, ഇപ്പോൾ സതീഷ് വസന്ത് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചു, അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചു. അതായത് ഇതൊരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമല്ല. ഈ 25% വോട്ട് വിഹിതം എന്ന് പറയുന്നത് BJPക്ക് ഒരു ബാലികേറ മലയൊന്നുമല്ല.
കണക്കുകൾ നിരത്തിക്കൊണ്ടാണ്, കണക്കുകളുടെ പിൻബലത്തിലാണ് അമിത്ഷാ സംസാരിച്ചത്. കോൺഗ്രസ് എങ്ങനെയാണ് ഈ പ്രഖ്യാപനത്തെ കാണുന്നത്? ഒരു BJPയുടെ മുൻ പ്രസിഡന്റ്, ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ കട്ടായിപ്പോയി. കേൾക്കാം അഡ്വക്കേറ്റ് നിയാസ്. ഓക്കെ, അഡ്വക്കേറ്റ് സതീഷ് വസന്തിലേക്ക്. അവിടെ ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഇപ്പോൾ അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ ചൂണ്ടിക്കാട്ടിയത് ഇത് ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് തള്ളാൻ വരട്ടെ, ഇത് 25% എത്തുക എന്ന് പറയുന്നത് അസംഭാവ്യമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. ായിരിക്കാം, പക്ഷേ ഞാനൊരു കാര്യം, കേരളമാണ് ഇത്. കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ BJPക്ക് അങ്ങനെ ഒരു ഇങ്ങനെ പരസ്പരം വിദ്വേഷം വരുത്തിക്കൊണ്ട് ഭരിക്കാനുള്ള ഒരു സംസ്ഥാനം കേരളത്തിനെ സംബന്ധിച്ചില്ല. ഞാൻ കേരളത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. കേരളത്തിനെ സംബന്ധിച്ചില്ല. ഇവിടെ നിന്നത്തെ ജനങ്ങളെന്ന് വെച്ചാൽ വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ സാമൂഹികമായും വളർന്നിട്ടുള്ള ഒരു സമൂഹമാണ്. ഇവിടെ എന്ന് പറയുന്നത് മുസൽമാനും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്ത്യൻസും അതുപോലെ തന്നെ ഹിന്ദുക്കളെല്ലാം ഒരുമിച്ച് ഇടപഴകി ജീവിക്കുന്ന ഒരു നാടാണ്. ഇവിടെ ഇവരൊന്നും പറഞ്ഞില്ല. ഇപ്പം വടക്കേ ഇന്ത്യയിലൊക്കെ നടക്കുന്നത് എന്താണ്? അവിടെ ഏത് സ്ഥലത്താണ് വിദ്യാഭ്യാസം അവിടെ കൊടുക്കുന്നത് പാവപ്പെട്ട ജനങ്ങൾക്ക്? ഇപ്പോൾ എവിടെ എന്നാലും മറ്റേ ആരോ പറഞ്ഞ പോലെ ഈ വിദ്യാഭ്യാസം എവിടെയാണ് എഡ്യൂക്കേഷൻ ഹൈ ആയിട്ട് വരുന്നത്? ഹരിയാനയും ഉത്തർപ്രദേശും ഒന്നും കാണുന്നില്ലേ? അല്ല, എവിടെയാണ് നീലിമ കാണുന്നത്? ഞാൻ പറഞ്ഞ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം ഇവിടെ അല്ല, അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു പോകണം. നാക് അക്രഡിറ്റേഷൻ വരുമ്പോൾ, നാക്കിന്റെ അക്രഡിറ്റേഷൻ വരുമ്പോൾ കേരളത്തിലെ 1-2 കലാലയങ്ങൾക്ക് മാത്രം നാക് അക്രഡിറ്റേഷൻ ലഭിക്കുമ്പോൾ UPയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 20 കലാലയങ്ങൾക്ക് മുകളിൽ നാക് അക്രഡിറ്റേഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തെ ഗുണനിലവാരമൊന്നും ഇവിടെ കേരളത്തിൽ അധികം പറയണ്ട. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, നിങ്ങൾ പറയുന്നത് കിംന്റെ ഇതൊക്കെ എഞ്ചിനീയറിംഗിന്റെ ഇതൊക്കെ നിങ്ങൾ പച്ചോണ്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറ്റി, കേരളത്തിലെ വിദ്യാഭ്യാസം പോലെ വിദ്യാഭ്യാസ സാമൂഹിക പരിവർത്തനം പോലെ വന്നിട്ടുള്ള ഏത് സംസ്ഥാനമുണ്ട്? ഗുജറാത്തുണ്ടോ, അല്ലെങ്കിൽ UP ഉണ്ടോ, അല്ലെങ്കിൽ മധ്യപ്രദേശ് ഉണ്ടോ? നിങ്ങൾ എവിടെ ഉള്ളതെന്ന് പറയുന്നു? കേരളത്തിലെ എത്ര ശതമാനം കുട്ടികളാണ് ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളത്തിന്റെ അതിർത്തി കടക്കുന്നത് എന്നുള്ള കണക്ക് താങ്കളുടെ കയ്യിലുണ്ടോ? അല്ലെങ്കിൽ സർക്കാരിന്റെ കയ്യിലുണ്ട് ആ കണക്ക്? താങ്കൾ ആദ്യം അതൊന്ന് പഠിക്കൂ. ഞാൻ അഡ്വക്കേറ്റ് PM നിയാസിലേക്ക് പോവുകയാണ്. ശ്രീ PM നിയാസ്, ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നോക്കൂ, മുൻ BJPയുടെ പ്രസിഡന്റ് കൂടിയായ അമിത്ഷാ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കേരളത്തിൽ കൂടുതൽ സീറ്റുകളും വോട്ടുകളും കിട്ടുമെന്ന് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ അവകാശപ്പെടാൻ എല്ലാ അവകാശവും ഉണ്ട്. അത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് അവരുടെ പാർട്ടിയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉയർന്നു വരുമെന്നല്ലാതെ ഉയർന്നു വരില്ല എന്ന് പറയാൻ സാധിക്കുമോ? പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് കേരളത്തിൽ എന്തുകൊണ്ടാണ് BJPക്ക് വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടാതെ പോകുന്നത്. ഇന്ന് അടുത്ത ആ സംസ്ഥാനം ഭരിക്കുമെന്ന് പറയുന്ന കേരളത്തിൽ BJPയുടെ സീറ്റ് നില ഇന്ന് വട്ടപൂജ്യമാണ്. കാരണം അവർക്ക് കൂടുതൽ വോട്ടുകൾ ലഭിക്കാത്തത് കൊണ്ടാണ് അവർ വട്ടപൂജ്യമായത്. നേരത്തെ ഒരിക്കൽ അവർക്കൊരു സീറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു സീറ്റ് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് BJPയെ കാണുന്നത്? ഇതാണല്ലോ പ്രധാനം. വികസിത ഭാരതം, നിങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊന്നും കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നില്ലല്ലോ. ഞാൻ ഒറ്റ സിമ്പിളായിട്ട് ഒരു കാര്യം ഞാൻ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. എൻ്റെ സുഹൃത്ത്, നമ്മുടെ ഇത് സഹപാനലിസ്റ്റായിട്ടുള്ള VP ശ്രീപത്മനാഭൻ ഇന്നലെ പ്രഖ്യാപിച്ച BJPയുടെ വക്താവ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഞാൻ അദ്ദേഹത്തെ ഈ ഫ്ലോറിൽ വെച്ച് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ ജനങ്ങളോട് BJP കഴിഞ്ഞ 11 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഏറ്റവും ബേണിംഗ് ആയ ഒരൊറ്റ കാര്യം പറയുക. കേരളത്തിലെ ജനങ്ങൾ ഒന്നടക്കം വിഷമിച്ചു പോയത് നമ്മളെ വയനാട്ടിലെ മേപ്പാടിയിൽ ഉണ്ടായിരുന്ന ഒരു ദുരന്തമാണ്.
ആ ദുരന്തത്തിൽ പ്രധാനമന്ത്രി അടക്കം ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ വന്നു, എന്തെല്ലാമോ സഹായങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു. ഒരു നയാ പൈസയുടെ സഹായം പോലും നൽകാതെ, ഒരു പദ്ധതി പാക്കേജ് പോലും പ്രഖ്യാപിക്കാതെ മുന്നോട്ട് പോയി. ഒറീസയിലും ബീഹാറിലും അതുപോലെ മറ്റ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ വെള്ളപ്പൊക്കമുണ്ടായി, വലിയ വലിയ കലാമിറ്റികളുണ്ടായി, വലിയ വലിയ പ്രളയങ്ങളുണ്ടായി. അവിടെയെല്ലാം കേന്ദ്രത്തിൻ്റെ പ്രത്യേക പാക്കേജ് വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് കാണിച്ച പാക്കേജ്, അത് കേരളത്തിലെ ജനങ്ങൾ, നിങ്ങൾ എത്ര വലിയ ഓഫീസ് ഉണ്ടാക്കിയാലും എത്ര വലിയ നേതാക്കന്മാരെ കേരളത്തിൽ വന്ന് എഴുന്നള്ളിപ്പിച്ചാലും കേരളത്തിലെ ജനങ്ങളിൽ മനസ്സിലുണ്ടാവുന്നതാണ്. കേരളത്തിലേക്കുള്ള ഫണ്ട് വിഹിതത്തെക്കുറിച്ച് കേരള സംസ്ഥാന സർക്കാർ, എൻ്റെ CPM പാനലിസ്റ്റ് അത് പറയേണ്ടതാണ്. വലിയ രീതിയിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തോടും കേരളത്തെ പോലെ BJP ഇതര സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സ്ഥലങ്ങളോടും കാണിക്കുന്ന വിവേചനം കഴിഞ്ഞ ബഡ്ജറ്റ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വാരിക്കോരി കൊടുത്തത് ബീഹാറിലേക്കാണ്. എന്താ ആന്ധ്രാപ്രദേശിലേക്ക് വാരിക്കൊടുത്തു, തൊട്ടടുത്തുള്ള തെലങ്കാനയിലേക്ക് കൊടുത്തില്ല, തൊട്ടടുത്തുള്ള നമ്മുടെ പശ്ചിമ ബംഗാളിലേക്ക് കൊടുത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കാലങ്ങളായി അവർ കാണിക്കുന്ന രാഷ്ട്രീയം, തങ്ങൾക്ക് ഇഷ്ടമുള്ള സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന മമതയും മറ്റുള്ളവരോട് കാണിക്കുന്ന ചിറ്റമ്മ നയവും അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറെക്കാലം ആഗ്രഹിച്ചു, ഞാനും ശ്രീ പത്മനാഭനും ഒക്കെയുള്ള കോഴിക്കോട് ജില്ലയിൽ ഒരു AIMS വേണമെന്ന്. അത് കേരളത്തിൽ കോഴിക്കോട് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കും, കേരളത്തിലേക്ക് വേണമെന്ന് കേരളക്കാർ ആഗ്രഹിക്കും. അത് ഇതുവരെയും തരുവാൻ 11 വർഷമായിട്ടും പ്രഖ്യാപിക്കാത്ത ഒരു സർക്കാർ. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, NH റോഡിലെ അഴിമതി. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഏതാണ്ട് 1800 കോടി അനുവദിച്ചിരിക്കുന്ന വെറും 45 കിലോമീറ്ററുള്ള അഴിയൂർ വെങ്ങളം റോഡിൽ മാത്രം 900 കോടിയുടെ വെട്ടിപ്പുകളാണ് നടന്നതെന്നാണ് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിങ്ങൾ കൊട്ടിഘോഷിച്ചിരുന്ന ഇന്ന് അമിത്ഷാ പറഞ്ഞ വലിയ കൊട്ടിഘോഷിച്ച കാര്യം കേരളത്തിലെ NHൻ്റെ വികസനമാണ്. ഒരൊറ്റ ചെറിയ മഴ പെയ്തേ ഉള്ളൂ, പൊട്ടിപ്പാളീസായി അത് എടുക്കാനും വെക്കാനും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ വികസനം വന്നത് ഈ അഴിമതി കൊണ്ടാണ്. അപ്പോൾ രണ്ടാമത്തത്, നിങ്ങൾ മതന്യൂനപക്ഷങ്ങളുമായിട്ടുള്ള ഇടപാട്. ഞങ്ങൾ ഒരൊറ്റ കാര്യം പറയാം, ഞാനൊരു മുസ്ലിം മതവിശ്വാസിയാണ്. അവിടെ ഹജ്ജ് പോകുന്ന ആളുകളോട് കോഴിക്കോട് വിമാനത്താവളത്തിൽ മാത്രം പ്രത്യേക നിരക്ക്, അതൊന്ന് ഇടപെട്ട് അത് ആവശ്യമായ രീതിയിലൊന്ന് കുറയ്ക്കാൻ പറഞ്ഞപ്പോൾ അതുപോലും കുറയ്ക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ വന്യമൃഗത്തിൻ്റെ ഇഷ്യൂ ആണെങ്കിലും, അതുപോലെ നമ്മുടെ ചുരം പാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും, അതുപോലെ നമ്മുടെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളാണെങ്കിലും, അവിടെയൊക്കെ കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ കഴിഞ്ഞ 11 കൊല്ലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വിവേചനം, അത് കൊടിയ രീതിയിലുള്ള സാമ്പത്തികമായ പീഡനങ്ങൾ, ഇവയെല്ലാം കേരളത്തിൽ ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര വലിയ ചെന്നായി ആടിൻ്റെ കുപ്പായമണിഞ്ഞാലും ജനങ്ങൾക്കറിയാം നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന്. അതുകൊണ്ട് കേരളത്തിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കേരളത്തിൽ രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യം. ഞാനൊരു കാര്യം അദ്ദേഹത്തോട് പറയുന്ന കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഇവിടുത്തെ വോട്ട് വിഹിതവും കണക്കിലെടുക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല. 2014 11% BJPയുടെ വോട്ട് ശതമാനം. 2019 അത് 16% 2024 എത്തുമ്പോൾ 20% എത്തുകയാണ്. അപ്പോൾ 2026 അല്ലെങ്കിൽ അടുത്ത് വരുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് ഷെയറിലേക്ക് BJP എത്തും എന്ന് പറയുന്നതിൽ എന്താണ് അതിശയോക്തിയുള്ളത്? വളരെ കൃത്യമായ ക്രമാനുഗതമായ വളർച്ച കൈവരിക്കുന്ന പാർട്ടിയല്ലേ BJP. ബാക്കി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായി മറുപടി പറയാൻ അഡ്വക്കേറ്റ് VP ശ്രീ പത്മനാഭൻ ഇവിടെയുണ്ട്. ഇവിടെ കേരളത്തോട് ചിറ്റമ്മ നയമാണോ അതോ എല്ലാവരെയും മുറുകെ പിടിക്കുന്ന സമീപനമാണോ കേരളത്തോട് കാണിക്കുന്നത് എന്നുള്ള രാഷ്ട്രീയ വിഷയമാണ്. വളരെ കൃത്യമായി അദ്ദേഹം മറുപടി പറയും. പക്ഷേ ചില കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതെങ്ങനെയാണ് കുറയുന്നത്? 11, 16, 20% എത്തുമ്പോൾ അത് BJPയുടെ വളരുന്നില്ല എന്ന് നിങ്ങൾ എന്തർത്ഥത്തിലാണ് പറഞ്ഞു വരുന്നത്? ഞാൻ പറയാം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ക്ഷമിക്കണം നിയാസ്, എന്റെ പേര് അപർണ. 2019 സോറി ഞാൻ എപ്പോഴും തെറ്റിപ്പോയി. നീലിമ ക്ഷമിക്കുക, നീലിമ ഞാൻ പറഞ്ഞത് തെറ്റിയതാണ്, ക്ഷമിക്കുക. ഞങ്ങൾ മനസ്സിൽ 2019 നിങ്ങൾക്ക് കിട്ടിയ വോട്ട് എന്തുകൊണ്ടാണ് 2021 തെരഞ്ഞെടുപ്പിൽ മൊത്തം കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് കിട്ടിയില്ല? നിങ്ങളെ കോഴിക്കോട് ജില്ലയിൽ മാത്രം ഞാൻ ഒരൊറ്റ കണക്ക് പറയാം, വളരെ സിമ്പിളായിട്ട് പറയാം. കോഴിക്കോട് ജില്ലയിൽ മാത്രം നാദാപുരത്ത് നിങ്ങൾക്ക് നേരത്തെ കിട്ടിയിരുന്ന 2021 കിട്ടിയ വോട്ടും 2016 കിട്ടിയ വോട്ടും തമ്മിൽ 3600 വോട്ടിൻ്റെ കുറവാണുള്ളത്. അതുപോലെ കുറ്റ്യാടിയിൽ
നിങ്ങൾക്ക് 1200 വോട്ടിൻ്റെ കുറവാണുള്ളത്. അപ്പോൾ ആ വോട്ടിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ കുറ്റ്യാടിയിൽ 300 വോട്ടിനാണ് LDF ജയിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് കുറഞ്ഞ വോട്ടിനേക്കാൾ കുറവിനാണ് LDF അവിടെ ജയിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റിൽ കിട്ടുന്ന വോട്ട് ശതമാനം നിങ്ങൾക്ക് കിട്ടാത്തത് നിങ്ങൾ കാലാകാലങ്ങളിൽ നിങ്ങൾ ഇടതുപക്ഷ മുന്നണിയെയും മറ്റ് മുന്നണികളെയുമൊക്കെ നിങ്ങളുടെ വോട്ട് ഷെയർ പോകുന്നുണ്ട്. അത് കച്ചവടമാണോ, നിങ്ങളുടെ അണികൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണോ, അതൊക്കെ മറ്റൊരു കാര്യം. ഞാൻ പറയുന്നത് കണക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 25% എന്ന് പറയുന്നത് ഒരുപക്ഷെ അടുത്ത പാർലമെൻറ്റിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. പക്ഷെ അസംബ്ലിയിൽ നിങ്ങൾക്ക് കിട്ടാത്തത് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ 11 കൊല്ലത്തെ പ്രവർത്തനങ്ങൾ. ഞാൻ വീണ്ടും പറയാം നീലിമ, ഞാൻ പറയുന്നത് അസംബ്ലി തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ആണ്. അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ പിറകോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് 2021 കിട്ടിയ വോട്ട് 2016 കുറവാണ്. അപ്പോൾ 2021 കുറവായി വരുമെന്നാണ് ഞങ്ങൾ കണക്കൂട്ടുന്നത്. അതാണ് നിങ്ങൾക്കറിയാം എല്ലാ മുന്നണിയിലും വലിയ വ്യത്യാസങ്ങളുണ്ടായി. പക്ഷേ നമ്മുടെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് മാത്രമാണ് കാര്യമായ വ്യത്യാസമില്ലാതെ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വോട്ടുകൾ ഒന്നുകിൽ കൂടാതിരിക്കുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുന്നു എന്നത്. നിലമ്പൂരിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് 2021 ലഭിച്ച വോട്ടിനേക്കാൾ 790 വോട്ട് കുറവാണ് കിട്ടിയത്. പക്ഷേ നിങ്ങൾ അവിടെ മേക്കപ്പ് ചെയ്തത് ഏത് വോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണെന്ന് അറിയാമല്ലോ. ജമാഅത്തെ ഇസ്ലാം SDPIയുടെ നേതാവ് തന്നെ പറഞ്ഞു 9500 വോട്ട് ഞങ്ങൾ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന് മറിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വോട്ട് വിഹിതം കൂടുന്നതിന്റെ കണക്ക് വേറെയാണ്, BJPയുടെ കണക്ക് കൂടുന്നത് വേറെയാണ്. ഞാൻ അങ്ങേലേക്ക് എത്താം. ഒരു കണക്ക് ഞാൻ മുന്നിൽ വെച്ചു. അങ്ങ് പറഞ്ഞ നീലിമ പറഞ്ഞു പോയ അക്കാര്യത്തെ കുറിച്ച് മാത്രം പറയാം. നീലിമ അക്കാര്യത്തെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. നീലിമ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നില്ല. കോൺഗ്രസിന്റെ ഒരു വലിയ വോട്ടുകൾ നമ്മൾ തന്നെ അറിയാം, അത് അൻവർ പിടിച്ചു എന്ന്. ഒരു ഘട്ടത്തിൽ PV അൻവറിനെ വെച്ചുകൊണ്ട് അതിലൊരു തർക്കമുണ്ട്. PV അൻവറിനെ മുൻനിർത്തിക്കൊണ്ട് LDF ഒരു ചെറിയ ഇടവേളയിലാണ് നിലമ്പൂർ കൈക്കലാക്കിയത്. പക്ഷേ ആര്യാടന്റെ മണ്ഡലമാണത്. ആര്യാടൻ എത്രയോ വർഷങ്ങളായി നെഞ്ചിൽ കൊണ്ടുവന്ന മണ്ഡലമാണത്. കോൺഗ്രസിന്റെ മണ്ഡലമാണ് സർ നിലമ്പൂർ. അവിടെ നിങ്ങൾക്ക് 790 വോട്ട് കുറയുകയും 9500 വോട്ട് SDPIയുടെ കിട്ടുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ വോട്ട് ശതമാനം കൂടുന്നത് എന്ന് വേറെ എവിടെയും പോയി പറയേണ്ടതില്ല. ഞാൻ ആര്യാടൻ ജയിച്ചത് 5600 വോട്ടിനാണ്. ഇത്തവണ നമ്മൾ ജയിച്ചത് 11000 വോട്ടിനാണ്. ആര്യാടന് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ആ 11000ന്റെ കണക്കാണ് സാർ ഞാൻ പറഞ്ഞത്. ആ 11000ന്റെ കണക്കാണ് സാർ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ പരമ്പരാഗത വോട്ട് 790 വോട്ടിന്റെ കുറവ് വന്നുവെങ്കിലും അവിടെ ആ നഷ്ടം നികത്തുന്നത് SDPI ആണ്. ഈ പ്രശ്നത്തിലേക്ക് ഞാൻ വരാം. അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അങ്ങക്ക് മറുപടി പറയാം. കേരളത്തോട് ചിറ്റമ്മ നയം പുലർത്തുകയാണ്. വയനാട്ടിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് പ്രളയ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വലിയ വിഹിതം വന്നെത്തുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന വിഹിതങ്ങൾ പോലും കണ്ടില്ലെന്ന് നടിച്ച് കേരളത്തിന് ഒന്നും തരുന്നില്ല BJP കേന്ദ്ര സർക്കാർ എന്നുള്ള മുദ്രാവാക്യം കുറെ കാലമായി നമ്മുടെ ഈ പൊതുമണ്ഡലത്തിൽ മുടങ്ങാൻ തുടങ്ങിയിട്ട്. അതെന്താണ് നീലിമ, ഈ കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. അവർ ചെയ്ത കാര്യങ്ങൾ അവരോട് മറന്നുപോകും. ഈ നമ്മുടെ നാട്ടിൽ പ്രകൃതി ദുരന്തങ്ങൾ, വരൾച്ചയാവട്ടെ, വെള്ളപ്പൊക്കമാവട്ടെ, ഉരുൾപൊട്ടലാവട്ടെ ഉണ്ടാവുമ്പോൾ പണ്ട് കാലത്ത് എന്താ ചെയ്യുക? ഒരു കേന്ദ്ര സംഘം വരും, എന്നിട്ട് അവര് ഹെലികോപ്റ്ററിലൊക്കെ ഒന്ന് കറങ്ങും. ചിലപ്പോൾ മന്ത്രിമാരും ഉണ്ടാവും അതിനകത്ത്. എന്നിട്ട് അവർ അസസ് ചെയ്യും. അപ്പോഴേക്കും വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് അസസ് ചെയ്തിട്ടാണ് ഈ കേന്ദ്ര സഹായം പ്രഖ്യാപിക്കുക. എന്നാൽ 2005 ആ വർഷം ഓർക്കണം, 2005 മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുമ്പോൾ UPA സർക്കാർ, അതായത് അന്ന് ഇടതുപക്ഷം സഹായിക്കുന്ന ഗവൺമെന്റാണ്, അവരൊരു നിയമം കൊണ്ടുവന്നു. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്, ദേശീയ ദുരന്ത നിവാരണ നിയമം. ആ നിയമത്തിലൊരു സംവിധാനം കൊണ്ടുവന്നു. അതായത് ദുരന്തം ഉണ്ടായാലും ഇല്ലെങ്കിലും, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഓരോ സംസ്ഥാനത്തിനും ഒരു ഫണ്ട് ഉണ്ടാവണം, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ട്. ആ ഫണ്ടിലേക്ക്
ആ ഫണ്ടിന് ആവശ്യമായ തുകയുടെ 70% കേന്ദ്രവും 30% സംസ്ഥാനവും അത് സംഭാവന ചെയ്യണം, അല്ലെങ്കിൽ നീക്കി വെക്കണം. ദുരന്തം ഉണ്ടാവും, ഇല്ലാതിരിക്കും. അങ്ങനെ കഴിഞ്ഞ 5 വർഷത്തേക്ക് 2021 മുതൽ 26 വരെയുള്ള കേരളത്തിലെ 5 വർഷത്തേക്ക് 1800 കോടി രൂപയാണ് നീക്കിവെച്ചത്. അതിൽ 1300 കോടി രൂപ കേന്ദ്രവും ഏതാണ്ട് 500 കോടി രൂപ സംസ്ഥാനവും കൊടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ ഓരോ വർഷവും ആ തുകയിലേക്ക് കുറേശ്ശെയായി കൊടുത്ത് 5 വർഷം കൊണ്ട് 1800 കോടിയാക്കണം. ഇത് ഇവിടെ ഒരു ഫണ്ടായി കിടക്കുക. ഇപ്പൊ ഇന്നലെ 153 കോടി രൂപ പ്രഖ്യാപിച്ചല്ലോ. അത് എന്തിനാണ് പ്രഖ്യാപിച്ചത്? അത് ഈ ഫണ്ടിലേക്കുള്ളതാണ്. ദുരന്തം ഉണ്ടായാലും പ്രളയം ഉണ്ടായാലും ഇല്ലെങ്കിലും ആ ഫണ്ട് അവിടെ വേണം. ഇത് കൊണ്ടുവന്നത് കോൺഗ്രസ്സുകാരാണ്. ഇതൊരു വളരെ നല്ല സിസ്റ്റമാണ്. ആ സിസ്റ്റം കൊണ്ടുവന്നവർ തന്നെ അവർക്ക് തന്നെ ഓർമ്മയില്ല. ഇതിപ്പോ ഏതുപോലെ അറിയോ? പണ്ട് CIA നിയമം വന്നപ്പോ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞിരുന്നു, BJP ഇപ്പോൾ CIA കൊണ്ടുവരും, നാളെ NPR കൊണ്ടുവരും, മറ്റന്നാൾ NRC കൊണ്ടുവരുന്നു. ഈ NPR ആരാ കൊണ്ടുവന്നത്? 2011 ചിദംബരം കൊണ്ടുവന്നതാണ്. അവർക്കത് ഓർമ്മയില്ല. ആദ്യത്തെ NPR നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ കാർഡ്, NPR കാർഡ്, ആദ്യത്തെ കാർഡ് കൊടുത്തത് പ്രതിഭ പാട്ടീലിനാണ്. അന്നത്തെ കോൺഗ്രസിന്റെ നോമിനിയായി രാഷ്ട്രപതിയായ പ്രതിഭ പാട്ടീലിനാണ്. ഇതൊക്കെ കോൺഗ്രസ്സുകാരോട് മറന്നുപോയി. അപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെ പറഞ്ഞു നാഷണൽ ഹൈവേ. ഈ ജി സുധാകരനുണ്ട്, കഴിഞ്ഞ പിണറായി ഭരണത്തിലെ PWD വകുപ്പ് മന്ത്രി. അങ്ങോട്ട് പറഞ്ഞത് എന്താ അറിയോ? UPA സർക്കാർ കേരളം ഇന്ത്യ ഭരിക്കുമ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസ് പൂട്ടി അവർ ഡൽഹിക്ക് തിരിച്ചുപോയി. നാഷണൽ ഹൈവേ ഇവിടെ റിനോവേറ്റ് ചെയ്യാൻ, വീതി കൂട്ടാൻ ഉള്ള ശ്രമം അവസാനിപ്പിച്ചു. നിതിൻ ഗഡ്കറി വന്നപ്പോൾ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ ഭൂമി ഏറ്റെടുത്ത് തന്നാൽ ഞങ്ങൾ അതിന് പണം തരാമെന്ന്. അങ്ങനെ ഭൂമി ഏറ്റെടുക്കൽ ദ്രുതഗതിയിലാക്കി, പണം കൊടുത്തു. അതിൽ ഭൂമി ഏറ്റെടുക്കാൻ 20,000 കോടി രൂപ ചെലവായി. അതിൽ 5000 ചില്ലുവാനം കോടി രൂപ സംസ്ഥാന സർക്കാർ എടുത്തു. ഈ ഹൈവേ ഉണ്ടാക്കാൻ മൊത്തം 62,000 കോടി രൂപയാണ്. അപ്പോ അതിൽ ഏതാണ്ട് 57,000 കോടി രൂപ കേന്ദ്രം എടുക്കുന്നു. എന്നിട്ട് 644 കിലോമീറ്റർ ഹൈവേ ഉണ്ടാക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ പണി ഏതാണ്ട് കഴിഞ്ഞു, മലപ്പുറം ജില്ലയിലെ പണി കഴിഞ്ഞു. ആ കൂരിയാട് മാത്രം ചെറിയ കുഴപ്പമുണ്ട്. കേരളത്തിൽ 7 മാസം മഴ പെയ്യുന്ന സ്ഥലമാണ്. വയൽ നികത്തിയിട്ടും കുന്നിടിച്ചിട്ടുമാണ് ഹൈവേ ഉണ്ടാക്കുന്നത്. കോരിച്ചൊരിയുന്ന മഴ ദിവസങ്ങളോളം പെയ്യുമ്പോൾ അവിടെ എവിടെയൊക്കെ ഇടിയും. അപ്പൊ ഹൈവേ തന്നെ ഉണ്ടാക്കാൻ താല്പര്യമില്ലാതെ ആപ്പീസ് പൂട്ടി പോയ ആളുകൾ ഇപ്പോൾ ഇവർ കഷ്ടപ്പെട്ട് ഹൈവേ ഉണ്ടാക്കുമ്പോൾ മഴയത്ത് അവിടെയോ ഇവിടെയോ ഇടിഞ്ഞാൽ അത് വലിയ ബഹളമാക്കുകയാണ്. അപ്പൊ ഇതാണ് സ്ഥിതി. പിന്നെ ഹജ്ജ് കോട്ടയെ പറ്റി പറഞ്ഞു. ഹജ്ജിൽ ഒരു കാലത്ത് മന്ത്രിമാർക്ക് കോട്ടയുണ്ടായിരുന്നില്ലേ? MP-മാർക്ക് കോട്ടയുണ്ടായിരുന്നില്ലേ? അതൊക്കെ പൈസ കൊടുത്തിട്ടല്ലേ ആൾക്കാർ നുഴഞ്ഞു കയറിയത്, തിരികെ കയറ്റിയത്. ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് പോലും ഹജ്ജ് കോട്ടയിൽ ഒരു ആളെ ശുപാർശ ചെയ്യാൻ പറ്റില്ല. പരിപൂർണമായി സുതാര്യമായി. അതായത് സാക്ഷി ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ അബ്ദുള്ള കുട്ടി അദ്ദേഹം പറഞ്ഞു, ഞാൻ വിചാരിച്ചാൽ പോലും ഒരാളെ തിരികെ കയറ്റാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് അത് ലോട്ടിട്ട് അതിന് ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ആളുകളെ കൊണ്ടുപോകുന്നത്. അത് ഇത്ര സുതാര്യമായി നടന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ ഒരു കാര്യം കൂടി ഇപ്പൊ പറയാം. ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് പോയി നോക്കണം. 400 കോടി രൂപയുടെ വികസനം. വടകര റെയിൽവേ സ്റ്റേഷൻ 100 ചില്ലാനം കോടി രൂപ ചെലവഴിച്ച് അതിമനോഹരമായി വികസിപ്പിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലെ 2ാമത്തെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഹുബ്ബള്ളിയാണ് 1ാം സ്ഥാനത്ത്, 2 കൊല്ലമാണ്. അതായത് പ്ലാറ്റ്ഫോമിന്റെ നീളത്തിൽ. ആ റെയിൽവേ സ്റ്റേഷനിൽ 400 കോടി രൂപ, എറണാകുളം സൗത്ത് 400 കോടി രൂപ, എറണാകുളം നോർത്ത് 400 കോടി രൂപ, ഷൊർണൂരിൽ, കാസർഗോഡ്, പയ്യന്നൂര്, തിരൂര്, കേരളത്തിലെ 32 റെയിൽവേ സ്റ്റേഷൻ, ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിലമ്പൂർ ഉൾപ്പെടെ 32 റെയിൽവേ സ്റ്റേഷൻ അമൃത ഭാരത പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കുന്നു. അതുകൊണ്ടല്ലേ നിലമ്പൂരിൽ ഞങ്ങൾക്ക് മാത്രം വോട്ട് കൂടിയത്. 50 വോട്ടെങ്കിൽ 50 വോട്ട് കൂടിയില്ലേ? ഈ കൊടുങ്കാറ്റടിച്ചപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം മുതലാക്കാൻ UDF-ന് സാധിച്ചില്ലല്ലോ. 790 വോട്ട് കുറഞ്ഞതല്ലേ? അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിൽ റെയിൽവേ മേഖലയിൽ, നാഷണൽ ഹൈവേ മേഖലയിൽ, കഞ്ചിക്കോട്ടെ IIT ഉൾപ്പെടെയുള്ള മേഖലകളിൽ നടക്കുന്ന വലിയ മാറ്റം, ആ മാറ്റം വോട്ടാവും. പിന്നെ കിസാൻ സമ്മാൻ നിധി, ആയുഷ്മാൻ ഭാരത്, ഗരീബ് കല്യാൺ അന്ന യോജന, ഇങ്ങനെ ഒട്ടനവധി പദ്ധതികൾ, മാതൃവന്ദനം,
ഇതൊക്കെ കേരളത്തിന് വോട്ടാവും. അത് വോട്ടായതാണ് ഇപ്പൊ 20% എത്തിയത്. പിന്നെ ഇവർ ഒരു കാര്യം മറക്കണ്ട, ഒരു ത്രികോണ മത്സരത്തിൽ 33.3% വോട്ട് കിട്ടിയവൻ എന്തും ആവും, എന്തും ആവാം. പണ്ട് ഉത്തർപ്രദേശിൽ BJP 91 അധികാരത്തിൽ വന്നപ്പോ BJPക്ക് 33% വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ത്രികോണ മത്സരത്തിൽ അത്രയൊക്കെ മതി, അത് മനസ്സിലാക്കിയാൽ നന്ന്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, അതാണ് യാഥാർത്ഥ്യം. ഉത്തർപ്രദേശിൽ ഉണ്ടായത് നമ്മുടെ മുന്നിലുണ്ട്. 33% വോട്ട് മാത്രമാണ് അന്ന് BJPക്ക് ഉണ്ടായിരുന്നത്. അഡ്വക്കേറ്റ് സതീഷ് വസന്തിലേക്കാണ്. സതീഷ് വസന്ത്, അപ്പോൾ 33% വോട്ട് മാത്രം ലഭിച്ച BJPക്ക് UP അവരുടെ കൈവെള്ളയിൽ കൊണ്ടു നടക്കാൻ ഇത്രയും വർഷങ്ങൾക്ക് ആയെങ്കിൽ 25% വോട്ട് എന്നൊക്കെ പറയുന്നത് വലിയ സംഭവമല്ല കേരളത്തെ സംബന്ധിച്ച്. മാത്രവുമല്ല, പ്രീണന രാഷ്ട്രീയമല്ല BJP മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ കൃത്യമായി വികസനം പറഞ്ഞുകൊണ്ടാണ്, വികസിത കേരളത്തിലേക്കാണ് BJP തെരഞ്ഞെടുപ്പിനുള്ള ആഹ്വാനം മുഴക്കിയിരിക്കുന്നത്. അപ്പോൾ വികസനം എന്ന കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതുപോലെ അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിക്കാൻ കഴിയുമോ ഇവിടുത്തെ വോട്ടർമാരെ? നിലിമ, ഞാൻ അതിലേക്ക് വരാം. ബഹുമാനപ്പെട്ട ശ്രീ അഡ്വക്കേറ്റ് പത്മനാഭൻ അദ്ദേഹം പറഞ്ഞത് ഇവിടെ NDRFും STRFും കോൺഗ്രസ് അന്ന് UPA സർക്കാർ ഉണ്ടാക്കി വെച്ച സാധനമാണ്. കാര്യം എന്ന് വെച്ചാൽ അത് ഡിസാസ്റ്റർ വന്നാലും ഇല്ലെങ്കിലും ഒരു ഫണ്ട് ഉണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞത് അന്നത്തെ UPA സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ആൾക്കാർ ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഒരു സംയുക്ത സമിതി വന്ന് ഇവിടെ ഒന്ന് പരിശോധിച്ചിട്ട് അവരൊരു തീരുമാനം എടുക്കുന്നു. സാർ, ഞാൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അങ്ങേരെ പ്രധാനമന്ത്രി, നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി, അദ്ദേഹം വന്ന് നേരിട്ട് വന്ന് കണ്ടതല്ലേ സാറേ വയനാട്ടിലെ ദുരന്തം? ആ വയനാട്ടിലെ ദുരന്തം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പൈസ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു സാർ. അല്ല സാറ്, അത് അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം അങ്ങനെ ഇടപെടാറുള്ള ആളല്ല. ഒന്ന് ഇടപെട്ടോട്ടെ, അങ്ങയിലേക്ക് തന്നെ വരാം. അല്ല, ഞാൻ പറഞ്ഞത് ദുരന്തം കഴിഞ്ഞതിന് ശേഷം പരിശോധിച്ച് ഫണ്ട് പാസ്സാക്കുന്ന രീതി നിർത്തലാക്കി 2005 ആയിക്കോട്ടെ, ഞാൻ സമ്മതിക്കുന്നു. അങ്ങ് പറഞ്ഞതിൽ ഞാൻ സമ്മതിക്കുന്നു. BJPക്ക് അത് നിങ്ങളത് അങ്ങനെ കൊണ്ടുവന്നു, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ അല്ലല്ല, ഞാൻ പറഞ്ഞേട്ടെ, ഇന്ത്യയിലെ അല്ല പത്മനാഭ സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്ത്യയിലെ പ്രധാനമന്ത്രി വന്നു നേരിട്ട് കണ്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തിയാണ്. ഇവിടെ സുരേഷ് ഗോപി ഉണ്ടായിരുന്നല്ലോ, ഇവിടുത്തെ നമ്മളെ ഒരു കേന്ദ്രമന്ത്രിയല്ലേ ജോർജ് കുര്യൻ ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹവും എല്ലാം വന്നിട്ടല്ലേ ഇത് കണ്ടിട്ട് ഒരു പൈസ കൊടുക്കും സാറേ. രാഷ്ട്രീയമല്ല, ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാണ്. നമ്മൾ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്നു. ആ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുമ്പോഴത്തേക്ക് ആ BJP ഇതര സർക്കാരുകൾക്ക് ഒരു പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞ പോലെ ബീഹാറിൽ കൊടുക്കുന്നു, ഒഡീഷയിൽ കൊടുക്കുന്നു, തെലങ്കാനയിൽ കൊടുക്കില്ല, ആന്ധ്രയിൽ കൊടുക്കുന്നു. ഇതെന്തോന്നാണ്? അപ്പം ഇത് ആരുടെ പൈസയാണ്? ഇത് ജനങ്ങളുടെ നികുതി പണം നിങ്ങൾ വാങ്ങിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇതാണ് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് BJP കേരളത്തിൽ വളരില്ല എന്ന് പറഞ്ഞത്, നിങ്ങൾ വോട്ട് ഷെയറൊക്കെ നിങ്ങൾ പറയും 25-20 എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ പറ്റാത്ത കാര്യം എന്ന് കേരളത്തിലെ പ്രബുദ്ധരാജനങ്ങൾ ഏറ്റവും കൂടുതൽ താങ്കൾ ഈ പറയുന്നതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അർത്ഥമുണ്ടോ? ഇന്ന് തന്നെ വളരെ കൃത്യമായ കണക്ക് ആഭ്യന്തരമന്ത്രി കേരളത്തിലെ ജനങ്ങൾക്ക് മുൻപാകെ വച്ചിട്ടാണ് അദ്ദേഹം പോയത്. നോക്കൂ, 2019 മുതൽ ഇതുവരെ ദേശീയപാത കണക്കുകളുടെ പിൻബലമില്ലാതെ ഇങ്ങനെ സംസാരിച്ചാൽ, താങ്കൾ കണക്കുകളുടെ പിൻബലമില്ലാതെ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, കണക്കുകൾ മുൻനിർത്തി ഞങ്ങൾ പറയാം സർ. 2019 മുതൽ ഇതുവരെ 41,401 കോടി രൂപയാണ് ദേശീയപാതയുടെ വികസനത്തിനായി ചെലവഴിച്ചിരിക്കുന്നത്. റെയിൽ ബജറ്റ്, ഒരു സെക്കൻഡ്, റെയിൽ ബജറ്റിലേക്ക് എത്തൂ. 372 കോടിയായിരുന്നു കോൺഗ്രസിന്റെ കാലത്ത് വാർഷിക റെയിൽ ബജറ്റ്. ഏകദേശ കണക്ക് 372. 400 കോടിയിലേക്കൊന്നും എത്തിയ ചരിത്രം പോലുമില്ല. ഇപ്പോൾ ഇത് 8 മടങ്ങ് വർദ്ധിച്ച് 3042 കോടിയായിരിക്കുകയാണ്. 2025-26 കണക്കാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന വയനാട് നിങ്ങൾ ഒരു മാനദണ്ഡവും കൃത്യമായ പേപ്പർ വർക്ക് പോലും ചെയ്യാതെ വയനാടിന് ഇത്ര തരൂ, 8,000 കോടി തരൂ, 6,000 കോടി തരൂ എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ കൃത്യമായ കണക്കിന്റെ പിൻബലമില്ലാതെ, കൃത്യമായ ബജറ്റില്ലാതെ
ഒരു പേപ്പർ പോലും ഇല്ലാതെ കേന്ദ്ര സർക്കാരിനെ അല്ല, ഞാൻ ഒരു സമീപിച്ചു കാര്യം- ഒരു എന്നുള്ള കണക്കുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. രേഖകളടക്കം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച തിരിച്ചൊരു കാര്യം പാർലമെന്റിൽ കേന്ദ്ര ധനമന്ത്രി തന്നെ ഇക്കാര്യം പലവട്ടം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പക്ഷെ എപ്പോഴും കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് നിങ്ങളുടെ ശ്രമം. നീലിമ ഇവിടെയല്ലേ ജീവിക്കുന്നത്, കേരളത്തിലല്ലേ ഇവിടെ ഈ തിരുവനന്തപുരത്തെ ഫ്ലോറിൽ നിന്നല്ലേ സംസാരിക്കുന്നത്. നീലിമയ്ക്ക് അറിയാമോ ഈ ദുരന്തം ഉണ്ടായിട്ട്, വയനാട് ദുരന്തം ഉണ്ടായിട്ട് ഒരു പൈസ തന്നിട്ടുണ്ടോ? ഏത് മാനദണ്ഡം അനുസരിച്ചാണ് ബീഹാറിന് കൊടുത്തത്? അവിടെ എവിടെ എങ്ങനെ അവർ പേപ്പർ വർക്ക് ചെയ്തിട്ടാണ് പിറ്റേ ദിവസം ഇത്ര കോടി രൂപ അവിടെ പ്രഖ്യാപിച്ചത്? തൊട്ടടുത്തുള്ള തെലങ്കാന വെച്ചത്? നിങ്ങൾ ആരടുത്താണ് ഇതൊക്കെ പറയുന്നത്? നിങ്ങൾ പറയുന്ന കേരളത്തിൽ നിന്ന് കൊടുക്കുമ്പോൾ പേപ്പർ വർക്ക് അല്ലെങ്കിൽ ലോൺ എടുക്കാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ നമ്മളെ മന്ത്രിമാരെ. ഒരു സെക്കൻഡ്, അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, BJP രാഷ്ട്രീയമായി മറുപടി പറയേണ്ട ഒരു ചോദ്യമാണ്. നിരന്തരം ഇവർ ഈ വയനാട് പ്രശ്നം, വയനാടിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിരന്തര മുദ്രാവാക്യം മുഴക്കുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ അവിടുത്തെ ജനങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിനെതിരെയാണ് ഇപ്പോൾ സമരം നടത്തുന്നത് എന്നതുകൂടി നമ്മുടെ ശ്രദ്ധയിലുണ്ട്. കഴിഞ്ഞ കുറെ ദിവസമായി വയനാട്ടിൽ സമരമാണ്. ഒരാൾ പോലും നരേന്ദ്രമോദിക്കോ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു മുദ്രാവാക്യം വിളിച്ചിട്ടില്ല. കാരണം ദുരന്തമുണ്ടാവുന്ന സമയത്ത് ഏതാണ്ട് 400 കോടിയിലോളം രൂപ SDRF-ൽ കേന്ദ്ര വിഹിതമായിട്ടും 90 കോടി രൂപ സംസ്ഥാന വിഹിതമായിട്ടും കിടന്നിരുന്നു. ദുരന്തമുണ്ടായി ഉടനെ തന്നെ കേന്ദ്ര വിഹിതം കുറച്ചും കൂടി വന്നു, സംസ്ഥാന വിഹിതം കുറച്ചും കൂടി വരണം. അപ്പോൾ ഏതാണ്ട് 700 കോടി രൂപ SDRF-ൽ കിടക്കുകയാണ്. അത് ഈ നിയമപ്രകാരം ദുരന്തമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ഫണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട പൈസ ഏതാണ്ട് 700 കോടി രൂപ. അത് മാത്രം ഉപയോഗിച്ചാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പോട്ടെ, 700 കോടി രൂപ നാട്ടുകാരോട് പിരിച്ചല്ലോ. ഈ ലോകം മുഴുവനുള്ള ആളുകൾ, മലയാളികൾ അല്ലാത്തവർ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ 65 80 കോടി രൂപ ഉൾപ്പെടെ 700 കോടി രൂപ സംഭാവനയായി കിട്ടിയല്ലോ. ഇന്ന് വരെ ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? അതപ്പോ 10 ദിവസം കൂടി കഴിഞ്ഞാൽ ഒരു കൊല്ലമായി. അവിടെ കേസിൽ കിടക്കുന്ന ഒരു എസ്റ്റേറ്റ് ആണ് ഏറ്റെടുക്കാൻ പോകുന്നത്. സുപ്രീം കോടതി വരെ കേസാണ്. എന്നാ നിങ്ങൾ വീടുണ്ടാക്കി കൊടുക്കുന്നത്? ഇന്നും പരാതിയാണ്, വീട്ടുവാടക കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ആരും കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നില്ല. ആദ്യമൊക്കെ അവരും തെറ്റിദ്ധരിച്ചിരുന്നു. ഇപ്പോൾ ആശാ വർക്കർമാരെ പോലെ കാര്യം അവർക്ക് മനസ്സിലായി. ആദ്യം ആശാ വർക്കർമാർ വിചാരിച്ചിരുന്നു കേന്ദ്രം പൈസ കൊടുക്കായിട്ടാണ് അവർക്ക് കാശ് കിട്ടാത്തതെന്ന്. ഇപ്പൊ അവർക്ക് മനസ്സിലായി ഇത് കേന്ദ്രം കൊടുക്കായിട്ടൊന്നല്ല, ഇവര് കൊടുക്കായിട്ടാണ്. അപ്പൊ ആ നാട്ടുകാർ തന്ന 700 കോടി രൂപ എന്ത് ചെയ്തു? അതിന് നിങ്ങൾ എന്താ അവിടെ ചെയ്തത്? അവിടെ 200 കോടി രൂപ അവിടെ മണ്ണ് നീക്കം ചെയ്യാനൊക്കെ ഒരു സൊസൈറ്റിക്ക് കൊടുത്തു എന്നൊക്കെയാ കേൾക്കുന്നത്. ദൈവത്തിനറിയാം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന്. അതിനി അടുത്ത വിഷയമായി ഉയർന്നു വരും. അതാണ് സംഭവം. ഞാൻ ഒരു കാര്യം പറഞ്ഞു സാറേ, അതല്ല ഞാൻ ഒരു കാര്യം, ഏത് മാനദണ്ഡം ഈ ബീഹാറിലൊക്കെ സ്റ്റേറ്റ് വയനാട്ടിൽ CPI-യുടെ ജില്ലാ സമ്മേളനത്തിൽ സർക്കാരിനെയാണ് സാർ വിമർശിച്ചത്, സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടിനെ. ഒരു സെക്കൻഡ്, ഞാൻ അഡ്വക്കേറ്റ് PM നിയാസിലേക്ക്. ശ്രീ PM നിയാസ്, അക്കാര്യത്തിൽ ഇപ്പോൾ സർക്കാരിനെതിരെ വലിയ സമരം വയനാട്ടുകാർ നടത്തി വരുന്നുണ്ട്. അതിലേതായാലും കോൺഗ്രസിന് തർക്കമുണ്ടാകില്ലല്ലോ. ഈ സർക്കാർ എന്തെങ്കിലും ചെയ്തുവെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ശ്രീ PM നിയാസ്? നീലിമ, താങ്കൾ പറഞ്ഞതിൽ ഒരു കാര്യത്തിൽ ഞാൻ അംഗീകരിക്കുകയാണ്. കേരള സർക്കാർ അവരുടെ പിന്നെ SDRF-ലല്ല, അവർ കേരള ദുരിതാശ്വാസ നിധിയിലേക്ക് ഇക്കാര്യത്തിൽ പ്രത്യേകമായി ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം പ്രത്യേകമായി മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു ദുരിതാശ്വാസ നിധി ഉണ്ടാക്കുകയും ആ ദുരിതാശ്വാസ നിധിയിൽ 740 കോടി ഉണ്ടായപ്പോഴാണ് വാടക തുക പോലും കൊടുക്കാതെ അവിടെയുള്ള 700ഓളം വരുന്ന കുടുംബങ്ങളെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇഴഞ്ഞ് നീങ്ങിക്കൊണ്ടാണ്, ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണ് അതേക്കുറിച്ച് എന്തെങ്കിലും ചെയ്യുന്നത്. അത് ഒരു വഴിക്ക്. രണ്ടാമത്തെ വഴി, ഞാൻ വീണ്ടും എൻ്റെ ജില്ലക്കാരനായ എൻ്റെ സുഹൃത്തായ ശ്രീ പത്മനാഭനോട് പറയുകയാണ്. ശ്രീ പത്മനാഭ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ എന്നാ ചെയ്തത്? നിങ്ങൾ പറയുന്നത് NDRF രൂപീകരിക്കുന്നതിൽ മാത്രമല്ല, നിങ്ങളിപ്പോൾ പറയുന്ന കേരളത്തിലെ പിന്നെ നമ്മുടെ റോഡ് ഉണ്ടാക്കാൻ കാരണം 2013 നമ്മുടെ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ലാൻഡ് അക്വിസിഷൻ റിഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെൻറ്റ് ആക്ട്,
അതുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലായിടത്തും നമുക്ക് റോഡുകൾക്ക് വേണ്ടിയുള്ള അക്വിസിഷൻ നടപടികൾ വേഗത്തിലായത്. അത് 2019 കൊണ്ടുവന്നത് UPA സർക്കാരാണ്, മൻമോഹൻ സിംഗ് സർക്കാരാണ്. അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി അതിന് ചട്ടങ്ങളും റൂൾസും ഉണ്ടാക്കുവാൻ താമസം നേരിട്ടതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ 2016 മുമ്പ് സ്ഥലം ഏറ്റെടുക്കാൻ കഴിയാതെ പോയത്. എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ആലോചിക്കേണ്ട, ഞങ്ങളുടെ ആക്ട് കൊണ്ടാണ് അത് ഉണ്ടാക്കിയത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് താങ്കളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുകൂടെ, താങ്കൾ താമസിക്കുന്ന വീട്ടിൻ്റെ തൊട്ടടുത്തുകൂടെ നടക്കുന്ന ഒറ്റ പദ്ധതി മാത്രം, അഴിയൂർ മുതൽ വെങ്ങളം വരെ 40.8 കിലോമീറ്റർ പാത 6 വരി പാതയാക്കുന്നതിന് 1838.1 കോടിക്കാണ് അദാനി കമ്പനി കൊടുത്തത് ആണല്ലോ. ആ അദാനി കമ്പനി ഒരു പണിയും ചെയ്യാതെ നേരെ ഗുജറാത്ത് പൈസ ആയിട്ടുള്ള അവരുടെ സബ്സിഡറി കമ്പനിക്ക് 971 കോടിക്കാണ് ആ പദ്ധതി വിട്ടുകൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പദ്ധതിയിൽ സാധനം വാങ്ങി മറുഭാഗം വാഗഡ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് കൊടുത്തതിൻ്റെ പേരിൽ മാത്രം നോക്കുകൂലിയായി 867 കോടി രൂപ. എൻ്റെ നീലിമ ഇവിടെ പറഞ്ഞത് നമ്മുടെ 41,000 കോടി ശരിയാണ്. 41,000 കോടി നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ആ നിങ്ങൾ ഈ കേരളത്തിലേക്ക് ചെലവഴിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട്, പക്ഷെ അതിന് 25,000 കോടി രൂപയും നിങ്ങളുടെ സ്വന്തക്കാരായ കമ്പനികൾക്ക് അടിച്ചു മാറ്റാൻ വേണ്ടിയുള്ള പാകത്തിന് കൊടുത്തിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ പരാതി. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തത്, താങ്കളോട് ഒരു കാര്യം പറയാം. താങ്കളുടെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ അന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് NDRFും STRFും ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ നടന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കോട്ടയത്തെ ഒരു കെട്ടിടം ഇടിച്ചു പൊളിഞ്ഞത് അതും ദുരന്തമാണ്. കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ് 2 പേരെ കാണാതായും ഒരാളെ ബോഡി കിട്ടുകയും പിന്നീട് ഒരാളെ ബോഡി കിട്ടിയതും അതും ദുരന്തമാണ്. അത്തരം മേഖലകളിൽ, അതുപോലെ നമ്മുടെ കപ്പൽ കത്തിയ അതും ഒരു ദുരന്തമാണ്. അതിനെല്ലാം വേണ്ടിയുള്ള അതാത് കാലത്ത് വേണ്ട ചെലവഴിക്കാൻ വേണ്ടിയാണ് STRF ചെലവഴിച്ചത്, അല്ലാണ്ട് ഇതുപോലെ ദുരന്തത്തിനല്ല. അതിന് വേണം ചെലവഴിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇടത്തെയും വലത്തു കൈയുമായ അമിത്ഷായ്ക്ക് പറയാൻ കഴിഞ്ഞു, ഞങ്ങൾ ഇതാ വയനാട്, ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ വലിയ കനിവ് കൊണ്ട് ഇത്ര കോടി തന്നു എന്നൊരു വാചകം 30 മിനിറ്റ് നിങ്ങൾ പ്രസംഗിച്ചല്ലോ. 30 മിനിറ്റിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഇവിടെ പറഞ്ഞു. ആ പറഞ്ഞിട്ട് എന്താ നിങ്ങൾക്ക് വയനാട് നിങ്ങൾക്ക് പറയാൻ കഴിയാതെ പോയത്? ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന കാര്യങ്ങൾ എന്തേ നിങ്ങൾ തുറന്നു പറയാൻ കഴിയാതെ പോകുന്നത്? ഞാൻ ചോദിച്ചത് നമ്മൾ അതിലേക്ക് വരേണ്ടതുണ്ട്. പ്രീണന രാഷ്ട്രീയം ഈ കേരളത്തെ എവിടെ കൊണ്ടുചെന്നെത്തിക്കും എന്നതിന്റെ ചോദ്യം കൂടി ഇന്ന് അമിത്ഷാ ഉയർത്തിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എത്തേണ്ടതുണ്ട്. അല്ല, ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞത് നേരത്തെ ശ്രീപത്മനാഭൻ അത് വളച്ചൊടിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ 3 വിമാനത്തിൽ നിന്നും ഹജ്ജിന് പോകുമ്പോൾ കോഴിക്കോടിന് മാത്രം ഒരു കൂലി, പിന്നെ കൊച്ചിക്കും കണ്ണൂരിനും വേറെ കൂലി. ആ കൂലിയുടെ അന്തരം പോലും ഇടപെട്ട് തീർക്കുവാൻ നിങ്ങൾ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് മലബാറുകാരായ താങ്കൾ കോഴിക്കോടാണ്, കോഴിക്കോടൊക്കെയുള്ള വിമാനത്താവളത്തിൽ നിന്നും പ്രത്യേകമായ യാതൊരു നീതീകരണമില്ലാതെ ഒരു വിമാനക്കൂലി ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ പോലും ഇടപെടാൻ കഴിയാതെ പോയത് നിങ്ങളുടെ വർഗീയ ഫാസിസ്റ്റ് കണ്ണുകളാണ്. ആ കണ്ണുകളാണ് കേരളത്തിൽ നിങ്ങൾക്ക്. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, കഴിഞ്ഞ ദിവസമാണ് ഹജ്ജ് നയം കേന്ദ്രം പ്രഖ്യാപിച്ചത്. 2026 ഹജ്ജ് നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ സുതാര്യമായി കാര്യങ്ങൾ നടക്കുന്നു എന്ന് വളരെ കൃത്യമായി പറയുന്ന ഒരു രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും പോകുന്നവർക്ക് വലിയ രീതിയിൽ ചെലവ് വരുന്നു എന്നുള്ള കാര്യങ്ങളിലടക്കം അബ്ദുള്ളക്കുട്ടിയുടെയൊക്കെ വലിയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അതിപ്പോ ഒരു കാര്യം ആദ്യം ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ പറഞ്ഞു 2013 ഇവര് പാസാക്കിയ ലാൻഡ് അക്വിസിഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആക്ട് പ്രകാരം ഉള്ളത് കൊണ്ടാണ് ഈ ഹൈവേ പണി നടന്നതെന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൊച്ചി സേലം ഹൈവേ കേരളത്തിലൂടെ പാസ് ചെയ്യുന്ന മറ്റൊരു ഹൈവേ ആണ് കൊച്ചി സേലം ഹൈവേ. ആ ഹൈവേ 2002-2003 കാലഘട്ടത്തിലാണ് അത് 4 വരി പാതയാക്കിയത്. അത് വാജ്പേയിന്റെ കാലത്താണ്. അത് കൊച്ചി മുതൽ വാളയാർ വരെ കേരളത്തിലൂടെ പോകുന്ന ഹൈവേ, തൃശ്ശൂർ പാലക്കാട് വഴി പോകുന്നത് അന്ന് വാജ്പേയിന്റെ കാലത്താണ് അത് 4 വരി പാതയാക്കിയത്. അത് 4 വരിയാണ്. അന്ന് വലിയ ഹൈവേ എന്ന് പറഞ്ഞാൽ 4 വരി. ഇന്നിപ്പോ 6 വരി. ഇന്നിപ്പോ നമ്മൾ 6 വരിനെ പറ്റി ചിന്തിക്കുന്നത്. അന്ന് ഈ നിയമം ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് വിൽ പവർ ഉണ്ടായിരുന്നില്ല ഒരു ഹൈവേ കേരളത്തിൽ ഉണ്ടാക്കാൻ. കാരണം എന്താ അറിയോ, നിങ്ങളുടെ ഹൈവേ പദ്ധതിയായി മുന്നോട്ട് പോയാൽ മാർക്സിസ്റ്റുകാർ സമരമായിട്ട് വരും. പക്ഷെ നിങ്ങൾക്ക് ആ സമരം നേരിടാനുള്ള ശേഷിയില്ല. അപ്പൊ നിങ്ങൾ പേടിച്ച് പിന്മാറും. അതാണ് സംഭവിച്ചത്. ഉമ്മൻചാണ്ടി അന്ന് ഒഴിവായത്.
ഉമ്മൻചാണ്ടിക്ക് ഹൈവേ നിങ്ങളെപ്പോലെ കൈക്കൂലി വാങ്ങുന്ന പരിപാടി ഞങ്ങൾക്കില്ല, അഴിമതി നടത്താനുള്ള പരിപാടി ഞങ്ങൾക്കില്ല. അതാണ് അല്ല ഞങ്ങളില്ല. പറയാം. അന്ന് CPM സമരമായി വന്നപ്പോ നിങ്ങൾ പേടിച്ച് പിന്മാറി. സത്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് ഹൈവേ കൊണ്ടുവരുന്നുണ്ടായിരുന്നു, പക്ഷെ ഈ മാർക്സിസ്റ്റുകാരെ നേരിടാനുള്ള കേൾപ്പില്ല, അതുകൊണ്ട് നിങ്ങൾ പേടിച്ച് പിന്മാറി. നിൽക്കട്ടെ, ഇനിയിപ്പോ ഹജ്ജിന്റെ കാര്യം പറഞ്ഞു. ഞാനെന്താ പറയുന്നറിയോ, ഇന്ത്യ രാജ്യത്ത് ഗവൺമെന്റിന്റെ കൈവശം ഇന്ന് വിമാന കമ്പനി ഇല്ല. എന്തുകൊണ്ടില്ല? എയർ ഇന്ത്യ കോൺഗ്രസുകാര് 60 വർഷം കൊണ്ട് എന്തിനു വിറ്റു? ടാറ്റ ഞാൻ പറയട്ടെ ടാറ്റയുടെ ഞാൻ പറഞ്ഞോട്ടെ പ്ലീസ്. എയർ ഇന്ത്യ ടാറ്റയുടെ സ്വന്തം കമ്പനി. അത് നെഹ്റു ആരോട് ചോദിക്കാതെ ഒരു ദിവസം രാത്രി ഏറ്റെടുത്തു. അത് 2016-17 ആവുമ്പോഴേക്കും അതിന്റെ കടം എത്രയാ? അതിനെ മുച്ചൂടും മുടിച്ചു. അതിനെ 10,000 കോടി രൂപ കടത്തിൽ മുക്കി. ആരാ ചെയ്തത്? 55 കൊല്ലം ഇന്ത്യ ഭരിച്ചവര് അല്ലേ? അവര് മുക്കി. അപ്പോൾ ഇതിങ്ങനെ ഗവൺമെന്റിന് അങ്ങോട്ട് പൈസ കൊടുത്ത് വെള്ളാനയെ പോറ്റുകയാണ്. അപ്പോൾ ഗവൺമെന്റ് അത് ഒഴിവാക്കേണ്ടി വന്നു. എന്നിട്ടും 17,000 കോടി രൂപ ഗവൺമെന്റിന് കിട്ടി. ഈ കടമൊക്കെ ഉണ്ടായിട്ടും വിറ്റപ്പോൾ 17,000 കോടി രൂപ കിട്ടി. അപ്പൊ ഈ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനത്തെ മുച്ചൂടും മുടി ഞങ്ങളല്ല ടാറ്റയുടെ കയ്യിൽ നിന്ന് ഏറ്റെടുത്ത് 10,000 കോടി രൂപ കടമാക്കിയിട്ടാണ് നിങ്ങൾ മൻമോഹൻ സിംഗ് പോയത്. അതിന് ഞങ്ങള് ഗവൺമെന്റിന് ലാഭം ഉണ്ടാക്കുന്ന പണി എടുത്തതാണ് 17,000 കോടി രൂപയ്ക്ക് വിറ്റത്. ഇനിയിപ്പോ സ്വകാര്യവൽക്കരണത്തിന് നിങ്ങൾ എതിരായത് എപ്പോഴാന്ന് ഞങ്ങൾക്ക് അറിയില്ല. 1991 നരസിംഹറാവും മൻമോഹൻ സിംഗും കൂടിയാണ് സ്വകാര്യവൽക്കരണം കൊണ്ടുവന്നത്. അത് തെറ്റാണെങ്കിൽ നിങ്ങൾ ആദ്യം തിരുത്ത്, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, അമിത്ഷാ പറഞ്ഞ വളരെ ഗൗരവപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് PM നിയാസിലേക്കാണ്. അഡ്വക്കേറ്റ് PM നിയാസ്, കേരളത്തെ ബാധിച്ചിരിക്കുന്ന ചില വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. ദേശവിരുദ്ധത, രാജ്യവിരുദ്ധ നരേറ്റീവ്, ഇവയുടെ കേന്ദ്രമായി കേരളം മാറുന്നു എന്ന അതീവ ഗുരുതരമായ ഒരു ആരോപണം അമിത്ഷാ മുന്നോട്ട് വയ്ക്കുകയാണ്. കേരളത്തിൽ PFIയുടെ പ്രവർത്തനങ്ങൾ നിരോധിക്കപ്പെട്ടുവെങ്കിലും PFIയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമാണ്. പല രൂപത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കേരളത്തിൽ വളരെ സജീവമായി പ്രവർത്തിക്കുകയാണ്. LDFും UDFും പതിറ്റാണ്ടുകളായി ജനങ്ങളെ ഇക്കാര്യത്തിൽ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം കൂടി അമിത്ഷാ കേരളത്തിന് മുന്നിൽ വയ്ക്കുകയാണ്. എങ്ങനെയാണ് ഈ പ്രീണന രാഷ്ട്രീയം നിങ്ങളെ കാർന്നു തിന്നുന്നത്? നോക്കൂ, BJPയുടെ സംഘപരിവാറിൻ്റെ RSSൻ്റെ ഒക്കെ അജണ്ട കേരളത്തിലെത്തുമ്പോൾ അത് മുസ്ലിം വിഭാഗത്തിന് കൂടുതൽ ഭൂരിപക്ഷ അല്ലെങ്കിൽ എന്താ പറയുക ജനസംഖ്യ അനുപാതികമായ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ജനസംഖ്യ അനുപാതികമായ ഒരു വളർച്ചയുള്ള സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇവിടെ വരുമ്പോൾ ദേശവിരുദ്ധതയാണ് പറയുന്നത്. എന്നാൽ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ ദേശവിരുദ്ധതയുണ്ട് എന്ന് തന്നെ നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. ദേശവിരുദ്ധത ഉണ്ടെങ്കിൽ ഇവിടെ എന്തെല്ലാമാണ് കാഷ്വാലിറ്റി ഉണ്ടായിട്ടുള്ളത്, ഏതെല്ലാം തരത്തിലുള്ള ഇൻസിഡൻ്റാണ് ഉണ്ടായിട്ടുള്ളത്, അത് നിങ്ങളൊരു കാര്യം പറയണം. എന്നാൽ നമ്മൾ ഉത്തരേന്ത്യയിൽ നമ്മുടെ ഉത്തർപ്രദേശ് അടക്കമുള്ള കാര്യം അല്ല, കേരളത്തിൽ നിന്ന് എത്ര പോപ്പുലർ ഫ്രണ്ടുകാർ ഇപ്പോൾ തിഹാർ ജയിലിൽ കിടക്കുന്നുണ്ട്? ഞാൻ പറയാം. അങ്ങ് ഇവിടെ എന്ത് കെടുതിയാണ് ഉണ്ടായതെന്ന് ചോദിച്ചല്ലോ. ആ ചോദ്യത്തിനുള്ള ഒരു മറുപടിയാണ് എത്ര PFIയുടെ പ്രവർത്തകരും നേതാക്കളും ഇപ്പോൾ തിഹാർ ജയിലിൽ കഴിയുന്നുണ്ട്. നീലിമ ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര വേണമെങ്കിലും നിങ്ങൾ മറുപടി പറഞ്ഞോ, എനിക്ക് വിരോധമില്ല. എൻ്റെ പോയിന്റ് എന്താ വെച്ചാൽ കേരളത്തിലെ മൊത്തം ക്വാണ്ടം നിങ്ങൾ കൂട്ടുക, മൊത്തം എണ്ണം കൂട്ടുക, മൊത്തം ആളുകൾ ഈ ഇൻവോൾവ് ആയി ജയിലിൽ കിടന്നത്, മരിച്ചവരെ, ഇടപെട്ടവരെ ഒക്കെ കൂട്ടുക. എൻ്റെ ഒരൊറ്റ ചോദ്യമാണ്, അത് ദേശവിരുദ്ധതയാണ്. എന്താ ദേശവിരുദ്ധത? രാജ്യത്തിനെതിരായി നടക്കുന്ന തീരുമാനങ്ങൾ എന്താണ്? രാജ്യത്തിൻ്റെ ഐഡന്റിറ്റി എന്താണ്? മതേതരത്വം, ജനാധിപത്യം, സോഷ്യലിസം, ഇതല്ലേ ഭരണഘടന വിഭാവനം ചെയ്തത്? എന്ന് പറഞ്ഞാൽ മതേതരത്തിനെതിരായി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അത് ദേശവിരുദ്ധതയാണ്. എൻ്റെ അഭിപ്രായമല്ല, ഭരണഘടന അഭിപ്രായമാണ്. ആ നിലയ്ക്ക് ഇന്ത്യയുടെ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യകളിൽ എത്ര ആളുകളാണ് ആൾക്കൂട്ട കൊലപാതകം നടത്തിയത്? അത്രസിൽ ഉൾപ്പെടെയുള്ള അക്രമങ്ങൾ, അത് ഏത് രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടായത്? അത്തരത്തിലുള്ള അക്രമകാരികളെ അറസ്റ്റ് ചെയ്യുന്നതിനോ നടപടിയെടുക്കുന്നതിനോ അത്തരത്തിലുള്ള ആളുകളെ ജയിലിൽ അടയ്ക്കുന്നതിനോ നിങ്ങൾ അവരെ രാജ്യദ്രോഹികളായി പ്രഖ്യാപിക്കുന്നത്
ആൾക്കൂട്ട കൊലപാതകങ്ങൾ യു പിയിൽ തുടർക്കഥയാണ് എങ്കിൽ എങ്ങനെയാണ് അവിടെ തുടർച്ചയായ ഒരു സർക്കാർ ഭരിക്കാൻ കഴിയുക? നീലിമയുടെ സ്ഥിരം നമ്പറാണ് ഇത്തരം കാര്യങ്ങളിൽ പറയുമ്പോൾ ഇങ്ങനെ ഇടയിൽ കയറി പറയുന്നത്. ഒരു കാര്യം നീലിമ പറയണം, കേരളത്തിൽ 10,000-കണക്കിന് ആളുണ്ടോ, ലക്ഷക്കണക്കിന് ആളുകളുണ്ടോ? ഞാൻ പറയുന്നു, കേരളത്തിൽ ഇന്ത്യയിലെ ആൾക്കൂട്ട കൊലപാതകങ്ങൾ 140ഓളം വരുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടായി. ആരാ ഉത്തരവാദികൾ? ഓരോ സംഭവത്തിലും നൂറുകണക്കിന് ആളുകൾ കുറ്റവാളികളാണ്. എത്ര പേരുടെ പേരിൽ കേസെടുത്തു, എത്ര പേരെ ജയിലെടുത്തു, എത്ര പേരെ ദേശീയ പറയട്ടെ. അതല്ല അങ്ങനെ പോകരുത്. ബിജെപി പ്രതിനിധിയിലേക്ക് പോകുന്നത് അത് ഏത് അടിസ്ഥാനത്തിലാണ്? സംവിധാനം പ്രവർത്തിക്കാനാണെങ്കിൽ കേരളത്തില് അല്ല താങ്കൾ അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട എന്റെ നീലിമ. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരാണ്. താങ്കളോട് ചോദ്യം ചോദിച്ചാൽ അത് മറുപടി പറഞ്ഞു താങ്കൾ എന്നെ രാഷ്ട്രീയ ആരോപണമാണ് താങ്കൾ ഉയർത്തിയത്. മറുപടി പറയാണ് നീലിമ. അങ്ങനെയല്ല എന്റെ മറുപടി പറഞ്ഞത് നിങ്ങളങ്ങനെ പറഞ്ഞു പോയിക്കോ നീലിമ, അങ്ങ് പറഞ്ഞു പോയിക്കോ. നീലിമ അങ്ങനെ പറഞ്ഞു പോയിക്കോ. നിലമ്പൂരിലേക്കും പാലക്കാടിലേക്കും മതരാഷ്ട്രവാദികളുടെ വോട്ട് നിങ്ങൾ വാങ്ങുന്നു. ആ വാങ്ങിയതിന്റെ കൃത്യമായ കണക്ക് ഈ ജനചർച്ചയിൽ പുറത്തുവിടും. ഇത് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾ നിങ്ങളുടെ താല്പര്യമില്ലായ്മ ഇവിടെ വളരെ വ്യക്തമാണ്. ഞാൻ അങ്ങനെ ആ പ്രശ്നത്തെ കാണുന്നുള്ളൂ. ശ്രീ പത്മനാഭൻ മറുപടി പറയാം. ഞാൻ മറുപടി പറയാൻ സമ്മതം തരാതെ നിങ്ങൾ അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം. താങ്കൾ പറഞ്ഞത് കേരളത്തിലെ PFA കൂടുന്നു. ഞാൻ പറഞ്ഞു കേരളത്തിലെ PFA കൂടുന്ന കണക്ക് പറഞ്ഞു. ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്ന വർഗീയയും ഒരു വിഭാഗം ആളുകളെ തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന സാഹചര്യം, അതുപോലെ കാശ്മീരിൽ ഏറ്റവും കൂടിയ പഹൽഗാമിൽ ഉണ്ടായ സംഭവം താങ്കൾ പറഞ്ഞല്ലോ. പഹൽഗാമിൽ ഒരാളെ പോലും പിടിച്ചെടുക്കാൻ കഴിയാത്ത ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റിന്റെ പഹൽഗാമിലുണ്ടായത് മതഭീകരതയാണോ? അതിനൊന്ന് മറുപടി പറയുമോ? ഒറ്റ ചോദ്യത്തിന് അങ്ങ് മറുപടി പറഞ്ഞാൽ മതി. പഹൽഗാമിലുണ്ടായത് മതഭീകരതയാണോ അല്ലയോ? താങ്കൾക്ക് ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ കഴിയില്ല. അതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യം. കേരളത്തിന്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യം അത് തന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വഴക്കൊന്ന് വിചാരിക്കേണ്ട, അങ്ങനെ ഞങ്ങൾ വഴക്കൊന്ന് വിചാരിക്കേണ്ട. നീലിമ ഒരു കാര്യം പറയാം. പഹൽഗാമിലുണ്ടായത് മതഭീകരതയാണോ അല്ലയോ? ഒന്ന് മറുപടി പറയൂ. ഉണ്ടായ ഒരാളെ പോലും പിടിച്ചെടുക്കാൻ കഴിയാത്തത് കേന്ദ്ര ഗവൺമെന്റിന്റെ വീഴ്ചയാണ്. ഞാൻ പഹൽഗാമിലുണ്ടായത് മതഭീകരതയാണോ? ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു. പഹൽഗാമിലുണ്ടായത് മതഭീകരതയാണോ അല്ലയോ? ഇന്ത്യക്കാർക്ക് പ്രയാസമുണ്ടായ പഹൽഗാമിൽ പോലും അവിടെ സുരക്ഷിതത്വം ഒഴുക്കുന്നതിൽ കേന്ദ്ര ഗവൺമെന്റ് വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങ് ഒരു ചോദ്യം ചോദിച്ച് തിരിച്ച് BJP-ക്കാരുടെ മറുപടി പറയുന്നത് അത് നീലിമ ഒരു നല്ല രാഷ്ട്രീയ സംവാദത്തിന് അങ്ങേ പോലെയുള്ള ആള് യോജിച്ചതാണോ എന്ന് ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടി വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് വിഷയത്തിൽ ശ്രീ നിയാസ് അങ്ങനെ പോകല്ലേ. വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടതുണ്ട്. പാലക്കാട് നിങ്ങൾ ജയിച്ച കാര്യം, നിലമ്പൂരിൽ ജയിച്ച കാര്യം, SDPIയുടെ വോട്ടുകൾ വാങ്ങിയ കാര്യം, അതൊന്നും ഇപ്പോൾ പറയാൻ താങ്കൾക്ക് കഴിയില്ല.
താങ്കൾ അതിനെ തള്ളിപ്പറയാൻ കഴിയില്ല എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ പ്രേക്ഷകർ വിലയിരുത്തുക. ദയവായി അങ്ങ് അത് ഓർമ്മിക്കുക. അങ്ങ് ഈ ചർച്ചയിൽ തുടരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, അപ്പോൾ നമുക്കറിയാം ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ മണിപ്പൂർ ചർച്ചയാകുന്നു, UP-യിൽ ഇല്ലാത്ത ആൾക്കൂട്ട ആക്രമണങ്ങൾ ചർച്ചയാകുന്നു, അഖ്ലാഖിന്റെ പേരിൽ നടന്നതൊക്കെ നമ്മളിവിടെ കണ്ടതാണ്. ഒറ്റതിരിഞ്ഞുണ്ടാകുന്ന സംഭവങ്ങളെ ഇത് കേന്ദ്ര സർക്കാരിന്റെ നയമാണ്, BJP-യുടെ നയം ഇതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള മാധ്യമ അജണ്ട നമ്മൾ കുറേ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ. അല്ല, ഞാൻ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കേരളത്തില് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ISIS റിക്രൂട്ട്മെന്റ് നടന്നത്. 41ഓളം ആളുകളാണ് കേരളത്തിൽ നിന്നും ISIS-ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. അപ്പോ അതാണ് ഒന്നാമത്തെ കാര്യം. അതെങ്ങനെ സംഭവിച്ചു? രണ്ട്, ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെതിരെ നടപടി ഉണ്ടായി. 100ഓളം ആളുകളെ അറസ്റ്റ് ചെയ്തപ്പോൾ കേരളത്തിൽ നിന്ന് 25 ആളുകളെ അറസ്റ്റ് ചെയ്തു. ഇവര് പറയുന്നത് മുസ്ലിം ജനസംഖ്യ ഉണ്ട്, അതുകൊണ്ടാണ്. കേരളത്തിൽ 85 ലക്ഷം മുസ്ലിങ്ങൾ ഉണ്ടാവും. പക്ഷെ 4 കോടി മുസ്ലിങ്ങളുടെ സംസ്ഥാനമായ UP-ൽ നിന്ന് പോപ്പുലർ ഫ്രണ്ട് എന്ന നിലയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് 1-2 ആളുകളാണ്. അതിലൊരു മലയാളിയാണ് സിദ്ദിഖ് കാപ്പൻ. അപ്പോ ഉത്തർപ്രദേശിലുള്ളതിനേക്കാൾ അറസ്റ്റ് നടന്നത് കേരളത്തിലാണ്. 41 ആളുകൾ ISIS റിക്രൂട്ട്മെന്റ് നടന്നത് കേരളത്തിലാണ്, ഇന്ത്യയിലെ നമ്പർ 1 സംഖ്യ. അപ്പൊ കേരളത്തിൽ ഉള്ളത് ഒരു സ്ലീപ്പിംഗ് മോഡ്യൂളുകൾ ഉള്ള സംസ്ഥാനമായി കേരളം മാറുന്നു. അഹമ്മദാബാദിലെ ആശുപത്രി കോമ്പൗണ്ടുകളിൽ ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോഴാണ് വാഗമൺ സിമി ക്യാമ്പിനെ പറ്റി സൂചന കിട്ടിയത്. വാഗമൺ സിമി ക്യാമ്പിന്റെ സൂചന കിട്ടിയത് അഹമ്മദാബാദിൽ നടന്ന ബോംബ് സ്ഫോടനത്തിലെ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളെ ചോദ്യം ചെയ്യപ്പോഴാണ്. അപ്പോഴാണ് കണ്ണൂര് ആ മലയുടെ മുകളിൽ പോയി NIA കുറെ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തത്. അപ്പൊ ഇത് ഒക്കെ തന്നെ കേരളത്തിൽ ഇതിന് സിമി ക്യാമ്പ് നടക്കുന്നു, അതുപോലെ തന്നെ പാനായിക്കുളത്ത് ക്യാമ്പ് നടക്കുന്നു. ഇവരൊക്കെ പോയി കുഴപ്പം സൃഷ്ടിക്കുന്നത് അഹമ്മദാബാദിലും ബാംഗ്ലൂരും. തടിയന്തവിടെ നസീർ ബോംബ് സ്ഫോടനം നടത്തിയത് ബാംഗ്ലൂരിലാണ്. അപ്പൊ ഇവര് പുറമെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കാശ്മീരിൽ പാക് അതിർത്തി കടന്ന് തീവ്രവാദ പരിശീലനം നേടി തിരിച്ചു വരുമ്പോഴാണ് ഫയാസും കൂട്ടരും ഇന്ത്യൻ പട്ടാളത്തിലെ വെടിയേറ്റ് മരിക്കുന്നത്. അപ്പോ ഇവിടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണ്ടായിരുന്നു. അതാണ് അമിത്ഷാ ഉദ്ദേശിച്ചത്. ആ സ്ലീപ്പിംഗ് സെല്ലുകളെ അടിച്ചമർത്താൻ ഇവരൊന്നും ചെയ്തില്ല, BJP സർക്കാരാണ് ചെയ്തത് എന്ന്. ഇനി ഇപ്പോ തീവ്രവാദി ആക്രമണത്തെ പറ്റി പറഞ്ഞു. ആദ്യം ബോംബെയിലെ സബർബൻ ട്രെയിനുകളിൽ ബോംബ് പൊട്ടി 200 ആൾ മരിച്ചു UPA സർക്കാർ ഭരിക്കുമ്പോൾ. പിന്നെ ബോംബെയിൽ അജ്മൽ കസബും കൂട്ടരും തീവ്രവാദി ആക്രമണം നടത്തി 200ഓളം ആൾക്കാരെ കൊന്നു, 167 മറ്റോ. അതിൽ ഒരാൾ അറസ്റ്റിലായി, അജ്മൽ കസബ് എന്ന പാകിസ്ഥാനി അറസ്റ്റിലായി. എന്നിട്ടും കേന്ദ്ര സർക്കാർ എന്തു ചെയ്തു? ഇവിടെ കേന്ദ്രം ഭരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം ഉറിയിൽ അക്രമം ഉണ്ടായി. അപ്പൊ സർജിക്കൽ സ്ട്രൈക്ക് നടന്നു. അതിന് ഇവർ തെളിവ് ചോദിച്ചു. അതിനുശേഷം പുൽവാമയിൽ അക്രമം ഉണ്ടായി. അപ്പോൾ ബാലാകോട്ടിൽ നമ്മൾ വ്യോമാക്രമണം നടത്തി. അതിനും ഇവർ തെളിവ് ചോദിച്ചു. ഇത്തവണ പഹൽഗാമിൽ അക്രമം ഉണ്ടായപ്പോൾ ഇന്ത്യ അതിശക്തമായി തിരിച്ചടച്ചു. അതിന് ഇവർക്ക് തെളിവ് ചോദിക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ ലോക മാധ്യമങ്ങൾ ലൈവായി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പാകിസ്ഥാൻ തന്നെ റിപ്പോർട്ട് ചെയ്തു. അപ്പോ ഇവർ ഒന്നും ചെയ്തില്ല. ഇവർ പ്രമേയം പാസാക്കി. ഇവർ തീവ്രവാദത്തെ നേരിട്ടാൽ പ്രമേയം പാസാക്കി. BJP വന്നപ്പോൾ പാകിസ്ഥാന്റെ അതിർത്തി ലംഘിച്ച് ഉള്ളിൽ പോയി അടിക്കാൻ തുടങ്ങി. അതാണ് വ്യത്യാസം. ശ്രീ PM നിയാസ്, ഇതാണ് അവിടെ ഉണ്ടായത്. നിങ്ങൾ ഇവിടെ മതഭീകരതയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് മിണ്ടാട്ടം മുട്ടിപ്പോകുന്നതിൻ്റെ വളരെ കൃത്യമായ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് കേരളത്തിലെ പ്രീണന രാഷ്ട്രീയം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിലമ്പൂർ സൂചിപ്പിച്ചു, പാലക്കാട് സൂചിപ്പിച്ചു. മതരാഷ്ട്രവാദം മുന്നോട്ട് വയ്ക്കുന്ന 2047 ഭാരതം ഇസ്ലാമിക രാഷ്ട്രമാകണം, മതരാഷ്ട്രമാകണം എന്ന് നിർബന്ധ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന, ആ അജണ്ട വെച്ച് പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള SDPI പോലുള്ള സംഘടനകൾ നിങ്ങൾക്കൊപ്പം നിൽക്കുകയാണ്. വളരെ കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രീണന രാഷ്ട്രീയത്തിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരില്ലേ?
നോക്കൂ നീലിമ, ഞാൻ നേരത്തെയും പറഞ്ഞു, ഞാനിത് മറുപടി പറയാൻ തുടങ്ങുമ്പോൾ താങ്കൾ സമ്മതിക്കാതെ അത് എന്നെ സംസാരം നിർത്തി താങ്കൾ പോയതാണ് എന്നെ പ്രകോപിതനാക്കിയത്. ഏതായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നീലിമ, ഇത് നമ്മുടെ തമ്മിൽ ചർച്ച ചെയ്യുന്ന അവസാനത്തെ ചർച്ചയാണ്. എനിക്ക് തർക്കമില്ല, ഞാൻ താങ്കളോട് തർക്കിക്കാനില്ല. ഈ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ വളരെ വ്യക്തമായിട്ട് മറുപടി പറയാം. ഇവിടെ താങ്കൾ പറഞ്ഞത് കേരളത്തിൽ PFA വളരുന്നു, അതിൻ്റെ ഉത്തരവാദിത്തം കേരളം ഭരിക്കുന്ന സർക്കാരുകൾക്കും കേരളത്തിലുള്ള മറ്റ് പ്രബല കക്ഷികൾക്കുമാണ് എന്ന ധ്വനിയിലാണ് താങ്കൾ സംസാരിച്ചത്. ഞാനത് പറഞ്ഞത്, അത് താങ്കൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം നമ്മൾ പരിശോധിക്കുന്നതിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു. അതോടൊപ്പം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന വർഗീയ സംഘർഷങ്ങളും അതുപോലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള പ്രകടനങ്ങളും അതേക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ ഞാൻ പറഞ്ഞത്, അങ്ങ് ഇപ്പോൾ ശ്രീപത്മനാഭൻ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോടു കൂടി ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിലെ ആഭ്യന്തര വകുപ്പിൻ്റെ ഏജൻസികൾ പ്രവർത്തിക്കുന്നത്. അവർക്കുണ്ടായ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇത്രയും ദൂരം 100-200 കിലോമീറ്റർ ഉള്ളിലേക്ക് തീവ്രവാദികൾ കടന്നു വന്ന് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ പ്ലാൻ ചെയ്തത് മിലിറ്ററി ഇൻ്റലിജൻസും ആഭ്യന്തര ഇൻ്റലിജൻസും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് വലിയ തെറ്റാണ്. മാത്രമല്ല 200 കിലോമീറ്റർ ഇപ്പുറത്തുള്ള സ്ഥലത്തു നിന്നും അക്രമം നടത്തിയ ആളുകളെ ഒരാളെ പോലും പിടിക്കാൻ കഴിയാതെ പോയത് അങ്ങയോടുള്ള സകല ബഹുമാനവും മുൻനിർത്തി തന്നെ പറയാണ്. തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. മുംബൈ ഭീകരാക്രമണ സമയത്ത് തഹാവൂർ ഹുസൈൻ റാണ മുംബൈയിൽ ഒരു ട്രാവൽ ഏജൻസി നടത്തുകയായിരുന്നു. അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? തഹാവൂർ റാണയും ഡേവിഡ് കോട്ട്മാൻ ഹെഡ്ലിയുമൊക്കെ എന്താണ് എന്നുള്ളത് നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾക്ക് അറിയാത്തതല്ല. തഹാവൂർ റാണ അവിടെ ഒരു സ്ഥാപനം നടത്തിയിരുന്നു, ഇമിഗ്രേഷൻ സ്ഥാപനമാണ് നടത്തിയിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻ്റലിജൻസ് വീഴ്ച അന്നുണ്ടായോ? അതോ ഇങ്ങനെ ആക്രമണം നടക്കുമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സമയത്ത്? ഞാനൊരു കാര്യം പറയട്ടെ. ബോംബെയിലെ ഭീകരാക്രമണം ഉണ്ടായതുകൊണ്ടാണ് ഏത് സമയത്തും ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് പിന്നീട് പഴുതടച്ച ഇൻ്റലിജൻസ് സംവിധാനം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഉണ്ടായപ്പോൾ പിന്നീട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിച്ചത്. അവിടെ ഇപ്പോഴും നിങ്ങൾ കുറെ കാര്യങ്ങൾ ഇന്ന് അമിത്ഷാ മുന്നോട്ട് വെച്ചത് വളരെ കുറച്ച് സമയം മാത്രമല്ലേ നമ്മുടെ മുന്നിൽ ഇനിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കേരളത്തിലേക്ക് വന്നാൽ അമിത്ഷാ വളരെ സീരിയസ് ആയ ഒരു പ്രശ്നമാണ് ഇടത് വലത് മുന്നണികൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ അതിനൊരു മറുപടി പറയൂ. SDPIയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ വരും തെരഞ്ഞെടുപ്പുകളിലും നിങ്ങൾ ഇതേ നയം തന്നെയല്ലേ തുടരാൻ സാധ്യത? അത്തരത്തിൽ SDPI വോട്ട് മറിച്ച് നൽകുന്നുണ്ടെങ്കിൽ തിരിച്ചവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ എന്താണ് നിങ്ങൾ തമ്മിലുള്ളൊരു ധാരണ? നോക്കൂ, വർഗീയ കക്ഷികൾ അത് ഹിന്ദു മുന്നണിയാണെങ്കിലും RSS ആണെങ്കിലും അതുപോലെ SDPI ആണെങ്കിലും അതുപോലെ മറ്റ് വർഗീയ വിഘടിത സംഘടനകളാണെങ്കിലും അവരെല്ലാം രാജ്യത്തിന് അപകടം തന്നെയാണ്. അതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാടുകൾ നിൽക്കുമ്പോൾ RSS നല്ലതാണ്, ഹിന്ദു മുന്നണി നല്ലതാണ്, ബജരംഗ് നല്ലതാണ്, പക്ഷേ SDPI മോശമാണ് എന്ന നിലപാട് ഞങ്ങൾക്കില്ല. RSSന്റെ വർഗീയ അജണ്ടയും തെറ്റാണ്. അഡ്വക്കേറ്റ് PM നിയാസ്, നമ്മൾ അവസാനിപ്പിച്ച ഭാഗത്ത് നിന്ന് തിരികെ എത്താം. ഇപ്പോൾ അങ്ങ് പറഞ്ഞു മത തീവ്രവാദമുള്ള എല്ലാ സംഘടനകളെയും അപലപിക്കുന്നു എന്ന്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതവർഗീയ സ്വഭാവം മാറിയോ? അവർ മതരാഷ്ട്രവാദത്തിൽ നിന്ന് പുറകോട്ട് പോയതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ ജമാഅത്തെ ഇസ്ലാമി? നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു രാഷ്ട്രീയ ബന്ധവും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ എന്തൊരു കളവാണ് സാർ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്ത് കളവാണ് ഈ പറയുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ SDPIയുമായി കൈകോർത്തല്ലേ നിലമ്പൂരിൽ ജയിച്ചത്, പാലക്കാട് ജയിച്ചത്? പാലക്കാട് നിങ്ങൾക്ക് പരസ്യമായ പിന്തുണ SDPI നൽകി, നിലമ്പൂരിലും നൽകി. 9,500 വോട്ട് ആര്യാടൻ ഷൗക്കത്തിന് നൽകി എന്ന് SDPIയുടെ ഭാരവാഹി തന്നെയാണ് ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചത്. അപ്പോൾ നിങ്ങൾ പിന്തുണയ്ക്കുന്നില്ല, നിങ്ങൾ അവരുടെ പിന്തുണ സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നില്ല. എന്താണ് കഥ ശ്രീനിയാസ്? ഒരു മിനിറ്റ്. ജമാഅത്തെ ഇസ്ലാമി ഒരു രാഷ്ട്രീയ സംഘടനയല്ല, അതൊരു ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമാണ് SDPI. അതല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് പ്രാമുഖ്യമുള്ള ഒരു സംഘടനയാണ് എന്ന് നിങ്ങൾ പറയുന്നത് ശരിയാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വെൽഫെയർ പാർട്ടി വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അവർ സ്വമേധയാ
ഉണ്ടാക്കിയ ഒരു തീരുമാനമാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഇന്ന ആളുകളുടെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഞങ്ങളുമായി ഒരു ബന്ധവും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളുടെ രാഷ്ട്രീയപരമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്താണ് പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമി നല്ല സംഘടനയാണ്. രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനപരമായ സ്വഭാവത്തിൽ എന്ത് മാറ്റമാണ് കോൺഗ്രസിന് ഫീൽ ചെയ്തത്? അന്ന് മുതൽ ചോദിക്കുന്ന ചോദ്യമാണ്. ഇതുവരെ മറുപടി തന്നിട്ടില്ല. അവർ മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിന്മാറിയോ? മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിന്മാറിയോ? ജമാഅത്തെ ഇസ്ലാമി നല്ല പാർട്ടിയാണ് എന്ന് പറയാൻ നിങ്ങളുടെ മുന്നിലുള്ള കാരണം എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ആദർശത്തെ സംബന്ധിച്ച് പറയാൻ ഞാൻ ആളല്ല, അത് അവരാണ് പറയേണ്ടത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ യാതൊരു തരത്തിലുള്ള ബന്ധവും ഒരു കാലത്തും ഉണ്ടാക്കിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി മുന്നണി ഉണ്ടാക്കുകയോ രാഷ്ട്രീയ ബന്ധമുണ്ടാക്കുകയോ രാഷ്ട്രീയമായ പിന്തുണ വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദത്തിൽ നിന്നും ഒരു തരി പുറകെട്ടില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ പുറകെ നിങ്ങൾ പോകുന്നത് എന്തിനാണ് സാർ? അല്ല, ജമാഅത്തെ ഇസ്ലാമി അങ്ങ് ഒരു കാര്യം ചെയ്യട്ടെ. അങ്ങ് കോൺഗ്രസിന് ഭാരവാഹിത്വമൊന്നുമില്ലല്ലോ. അങ്ങ് കോൺഗ്രസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അങ്ങയല്ലല്ലോ. ഞാൻ കോൺഗ്രസിന്റെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ നിലപാട് ഞാൻ പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമിയുമായി ഞങ്ങൾ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഇല്ല, ഞങ്ങൾ രാഷ്ട്രീയ ബന്ധമില്ല. തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. SDPയുമായി ഞങ്ങൾ ഒരു കാലത്തും വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. നിങ്ങൾ അത് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞു. തിരിച്ച് ഞാൻ ചോദിച്ചു, സംഘപരിവാർ, RSS, ബജ്രംഗ് ദൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയമായ ഇത്രയേ ഉള്ളൂ. കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് പക്ഷേ മുതലാക്കാൻ UDFന് ഇപ്പോൾ സാധിക്കുന്നില്ല. അതാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പാഠം. ആ ഭരണവിരുദ്ധ വികാരവും അതോടൊപ്പം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് വെച്ചുകൊണ്ട് വികസിത കേരളം എന്ന മുദ്രാവാക്യത്തിലൂടെ ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെയും അതോടൊപ്പം കേന്ദ്ര സർക്കാർ ചെയ്ത കാര്യങ്ങൾക്കുണ്ടാവുന്ന ജനങ്ങളുടെ അനുകൂല നിലപാടിന്റെയും ഗുണം വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ BJPക്ക് ലഭിക്കും. അമിത്ഷാജി പറഞ്ഞതുപോലെ 25% വോട്ട് എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ടാർഗറ്റ് ഒന്നല്ല. 19-20ഓളം വോട്ട് ഇപ്പോൾ തന്നെയുണ്ട്. അത് നേടാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഓക്കെ, കേരളം പിടിക്കാൻ BJP പ്രീണനത്തിനെതിരായ വിധിയെഴുത്താകുമോ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകൾ? അതുപോലെ വികസനത്തിനും ഭീകരവിരുദ്ധതയ്ക്കും BJP വരേണ്ടതല്ലേ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് BJP നേടുമോ എന്നതടക്കം വളരെ സുപ്രധാനമായ വാദമാണ് ഈ ജന ഡിബേറ്റിൽ ഉയർത്തിയത്. ഒപ്പം കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ പിന്തുടരുന്ന പ്രീണന രാഷ്ട്രീയത്തിനെതിരായ കടുത്ത നിലപാട് അമിത്ഷാ മുന്നോട്ട് വയ്ക്കുന്നു. അത് ഈ ചർച്ചയിൽ വളരെ കൃത്യമായി കോൺഗ്രസിന്റെ സമീപനം, ഇടതുപക്ഷത്തിന്റെ സമീപനം, BJPയുടെ സമീപനം ഈ ചർച്ചയിൽ കൊണ്ടുവരാൻ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും ജന ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.